السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. അൽഹംദുലില്ലാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡ്യൂൾ 2 കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? തൗഹീദ് റുബൂബിയ. നമ്മൾ ഇൻട്രോ ക്ലാസ്സിൽ തൗഹീദിനെ കുറിച്ച് ജനറലി കണ്ടു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ തൗഹീദ് റുബൂബിയ എന്താണെന്ന് കണ്ടു. അതിന്റെ നിർവചനം, അർത്ഥം അല്ലെ, ഏത് വാക്കിൽ നിന്നാണ് ഉണ്ടായത്? റബ്ബ് എന്ന് പറഞ്ഞ വാക്കാണ്. റബ്ബ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം, അതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? അൽ ഖാലിഖ് വൽ മാലിക് വൽ മുദബ്ബിർ അല്ലെ, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ റുബൂബിയ നേരിട്ട വെല്ലുവിളികൾ ശരിക്കും എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ചുള്ള അല്ലെ, അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ചുള്ള അറിവ്, അതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്യാൻ വേണ്ടി തത്വചിന്തകന്മാര് ട്രൈ ചെയ്തപ്പോഴാണ്, അവിടെയാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഇൽമും അള്ളാഹുവിന്റെ ഇൽമും ഖദറിനെയും ഇങ്ങനെ ബാലൻസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ കണ്ടു. റുബൂബിയ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കി. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുള്ള തെളിവുകൾ കണ്ടു അല്ലെ. പിന്നെ എവിടെയാണ് റുബൂബിയയിൽ പണ്ട് മുതലേ വഴിതെറ്റിയത്, ഇപ്പോഴും ആളുകൾ എവിടെയാണ് ആ ഒരു കാര്യത്തിൽ തൗഹീദിലല്ലാത്തതെന്ന് നമ്മൾ കണ്ടു. ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അസ്മാ വസിഫാത്ത്, തൗഹീദ് അൽ അസ്മാ വസിഫാത്ത് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം തൗഹീദ് റുബൂബിയയുടെ കാര്യം പറയുമ്പം മെജോറിറ്റി ആളുകളും അതിനകത്ത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർക്ക് അല്ലെ സൃഷ്ടാവിനെ കുറിച്ചുള്ള വിശ്വാസം ഇല്ലാതെ ഉണ്ടെങ്കിലും മെജോറിറ്റി ആളുകളും ഒരു സൃഷ്ടാവ് ഉണ്ടെന്ന് അല്ലെങ്കിൽ റബ്ബ് ഉണ്ടെന്ന് വിശ്വസിച്ച ആൾക്കാരായിരുന്നു. അത് ഖുർആനിൽ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതെല്ലാം സൃഷ്ടിച്ചത് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും അള്ളാഹു എന്ന് അല്ലെ. അതായത് മുശ്രിക്കുകളുടെ കാലത്തിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മെജോറിറ്റി ആളുകളും ഒരു റബ്ബുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്, ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. പിന്നെ ഖുർആനിലാണെങ്കിലും റുബൂബിയെ തെളിയിക്കുന്ന പല ആയത്തുകൾ നമ്മൾ കണ്ടപ്പോഴും അതിന്റെ ഇൻട്രോ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആയത്തുകൾ അത്രയും തൗഹീദ് അൽ അസ്മാ വസിഫാത്തിലും തൗഹീദ് അൽ ഉലൂഹിയയിലും ആളുകളെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആൾക്കാർ കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത് തൗഹീദ് അൽ അസ്മാ വസിഫാത്തിലും തൗഹീദ് അൽ ഉലൂഹി അല്ലെങ്കിൽ ഇബാദയിലാണ്. അതിലേക്കുള്ള തെളിവുകൾ അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് പടികളായിട്ടാണ് തൗഹീദ് റുബൂബിയയുടെ കാര്യം അല്ലെങ്കിൽ റുബൂബിയയുടെ തെളിവുള്ള ആയത്തുകൾ ഖുർആനിൽ ഉടനീളം പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമുക്ക് തൗഹീദ് അൽ അസ്മാ വസിഫാത്ത് എന്താന്ന് നോക്കാം. ഇന്ന് ആക്ച്വലി ഇത് മൊഡ്യൂൾ 3 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊഡ്യൂൾ 3 കംപ്ലീറ്റ് എടുക്കൂല, കാരണം കുറച്ചൊരു വലിയ ഒരു മൊഡ്യൂളാണ്. നമ്മൾ സ്പ്ലിറ്റ് ആക്കി 2 ക്ലാസ് എടുക്കുകയാണ്. പക്ഷേ ആദ്യം നമ്മൾ പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, 3 ക്ലാസ് 1 എക്സാം, ആ ഒരു മോഡിലാണ് നമ്മൾ പോവുക. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ച ഈ ഇന്ന് എടുക്കുന്ന ക്ലാസ്സും കഴിഞ്ഞ 2 ക്ലാസ്സും, ഇന്ന് എവിടെ വരെയാണോ മൊഡ്യൂൾ 3 എടുക്കുന്നത് അവിടെ വരെ, അതുവരെയുള്ള പോർഷൻസിന്റെ എക്സാം ടെസ്റ്റ് ഉണ്ടായിരിക്കും. ടെസ്റ്റിന്റെ ലിങ്ക് നമ്മുടെ അഖീദ ഫൗണ്ടേഷന്റെ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യും. 2-3 ഗ്രൂപ്പ് ഉണ്ട്. പല ഗ്രൂപ്പുകളിലായിട്ടായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. ആ ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ചെയ്യും. ടൈമിങ് കാര്യങ്ങളൊക്കെ അവിടെ പറയും. പിന്നെ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും ബൈ ഹാർട്ട് ചെയ്യാൻ പറയില്ല. കാരണം നമ്മൾ കുറേ ഖുർആനിക് ആയത്തുകളും ഹദീസുകളും ഒക്കെ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ അല്ലെ. അപ്പൊ അതൊന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ട് ഇത് എവിടെ പറഞ്ഞതാ, അല്ല ഇത് ഏത് ആയത്താണ്, അല്ലെങ്കിൽ ഈ ആയത്തിൽ എന്താ പറഞ്ഞത്, അങ്ങനെയൊന്നും ചോദിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവണം. നമ്മൾ എന്താ പറഞ്ഞു വെച്ചതെന്നുള്ള കോൺസെപ്റ്റ്സ് മനസ്സിലാവണം. കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സ്വന്തമായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പം ചിലപ്പോൾ നമ്മൾ വിചാരിച്ചത് ശരിയാവില്ല, നമ്മൾ മനസ്സിലാക്കി വെച്ചത് തെറ്റായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും. എന്തായാലും നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ തന്നെ നല്ലൊരു ക്ലാരിറ്റി കിട്ടും, നമ്മളെ തെറ്റായ ചിന്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം എക്സാം ആ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ആരും എഴുതൊന്നും വേണ്ട. ലിങ്ക് തരും, ക്ലിക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4-5 ആൻസേഴ്സ് ഉണ്ടാവും. അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്ത് ടിക്ക് ചെയ്ത് പോയി സബ്മിറ്റ് ചെയ്താൽ മതി. ബാക്കി എക്സാമിന്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ വിശദീകരിച്ച് തരും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് തൗഹീദ് അൽ അസ്മാ വസിഫാത്ത്? അപ്പം തൊട്ട് മുമ്പേ ഞാൻ അജണ്ട പറയാൻ മറന്നുപോയി. ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് തൗഹീദ് അൽ അസ്മാ വസിഫാത്ത്. 2, തൗഹീദ് അൽ അസ്മാ വസിഫാത്തിന് നിയമങ്ങൾ, ഒരു 5 നിയമങ്ങളുണ്ട് ബേസിക് ആയിട്ട്. നമുക്കതിനെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് 8-10 എന്നൊക്കെ പറയാം. പക്ഷെ ചുരുക്കി 5 നിയമങ്ങളാക്കിയിട്ട് പറയുന്നുണ്ട്. ആ ഓരോ കാര്യങ്ങളിലും എങ്ങനെയാണ് വഴികേടുകൾ സംഭവിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഇന്നും വഴികേടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പം ഏറ്റവും ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് തൗഹീദ് അൽ അസ്മാ വസിഫാത്ത്, അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക.
അസ്മാ വ സിഫാത്ത് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അസ്മ എന്ന് പറയുന്നത് ഇസ്മ എന്ന വാക്കിന്റെ പ്ലൂറൽ ആണ് അസ്മ. ഇസ്മ നമുക്കറിയാം പേര് അല്ലെ, അസ്മ എന്ന് പറഞ്ഞ പേരുകൾ. അപ്പം സ്വിഫ, സ്വിഫ എന്നുള്ള വാക്ക് സ്വിഫത്ത് അല്ലെങ്കിൽ സ്വിഫ എന്നുള്ള വാക്ക് വിശേഷണം, സിഫാത്ത് എന്ന് പറഞ്ഞ വിശേഷണങ്ങൾ. അപ്പം അള്ളാഹുവിന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലുമുള്ള തൗഹീദ്. എന്താപ്പത്? അത്ര എളുപ്പമൊന്നല്ല സംഭവം. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ശരിക്കും കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നല്ലപോലെ ശ്രദ്ധിക്കുക. ടെക്സ്റ്റും നോട്ടും ബുക്കും ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചൊക്കെ ശരിക്കും ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റുബൂബി എന്താന്ന് മനസ്സിലാക്കി അല്ലേ? അതായത് അള്ളാഹു സുബ്ഹാന തആലയാണ് റബ്ബ്, അള്ളാഹു ആണ് അൽ ഖാലിഖ്, സ്രഷ്ടാവ്, എല്ലാത്തിന്റെയും. അള്ളാഹു അല്ലാത്ത എല്ലാത്തിന്റെയും സ്രഷ്ടാവ് അള്ളാഹു ആണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? അപ്പൊ അങ്ങനെ ആവുമ്പം അള്ളാഹു അല്ലാത്തത് എല്ലാം എന്താണ്? സൃഷ്ടിക്കപ്പെട്ടത്, സൃഷ്ടികളാണ്. അപ്പം അള്ളാഹു ആണ് ഏക സ്രഷ്ടാവ് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അള്ളാഹു അല്ലാത്തതെല്ലാം സൃഷ്ടികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സിഫത്തുകൾ, അള്ളാഹുവിന്റെ ഗുണങ്ങൾ, ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ക്യാരക്ടേഴ്സ് സൃഷ്ടികളുടെ ക്യാരക്ടേഴ്സിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കണം. ഒരു തരത്തിലുള്ള മാച്ചും ഉണ്ടാവാൻ പാടില്ല. കാരണം സൃഷ്ടാവ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിഫറെന്റ് ഒരു എൻറ്റിറ്റിയാണ് അല്ലെ? അള്ളാഹു സൃഷ്ടിച്ചതെല്ലാം സൃഷ്ടികളാണ്. സൃഷ്ടികളുടെ സ്വഭാവവും അള്ളാഹുവിന്റെ സ്വഭാവം, സൃഷ്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സും അള്ളാഹുവിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അല്ലെങ്കിൽ സൃഷ്ടികളുടെ സിഫത്തുകളും അള്ളാഹുവിന്റെ സിഫത്തുകളും കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിരിക്കണം. ഓക്കെ, ഈ സൃഷ്ടികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം പെട്ടു. മലക്കുകൾ പെട്ടു, ജിന്നുകൾ പെട്ടു, പ്രവാചകന്മാര് പെട്ടു, ഔലിയാക്കൾ പെട്ടു. എല്ലാ സൃഷ്ടികളുടെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ക്യാരക്ടറിസ്റ്റിക്കുമായിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് അള്ളാഹുവിന്റെ അതേ ഒരു സിഫത്ത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സിഫത്ത്, ഏത് സിഫത്ത് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക്, സൃഷ്ടി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെല്ലാം വരണം കേട്ടോ. ആകാശങ്ങളും ഭൂമിയും മലക്കുകളും ജിന്നുകളും മനുഷ്യരും പ്രവാചകന്മാരും ഔലിയാക്കളും എല്ലാം, എല്ലാ ചരാചരങ്ങളും വരുന്ന സൃഷ്ടികൾക്ക് ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സിഫത്ത് അള്ളാഹുവിൻ്റെത് തന്നെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള വ്യത്യാസം അവിടെ നഷ്ടപ്പെട്ടു അല്ലെ? അപ്പൊ അത് രണ്ടും ഏകദേശം ഒന്നായിപ്പോയി. സൃഷ്ടിയും സൃഷ്ടാവും ഒന്നായിപ്പോയി. സുബ്ഹാനല്ലാഹ്, അത് ഇമ്പോസിബിൾ ആണ്. അപ്പം അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് തത്വചിന്തകന്മാരെ കൊണ്ട് വലിയ ശല്യമാണെന്നല്ലേ? അവരാണ് ഈ എൽമിനെയും ഖദറിനെയും കൊണ്ടുവന്ന് ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചത്. ഇതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തത്വചിന്തകൻ ഉണ്ടായിരുന്നു, ഇബ്നു അറബി. ഏകദേശം 1165 1240 ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചതാണ്. ഈ കൊല്ലമൊന്നും ആരും ചോദിക്കൂല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇബ്നു അറബി എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് തത്വചിന്തകന്മാരുടെ ഇടയിൽ മുസ്ലിം തത്വചിന്തകൻ എന്ന് പറഞ്ഞിട്ട്, ഫിലോസഫർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പേര് കേട്ട ഒരു മനുഷ്യന്. ഇയാളുടെ ഒരു പ്രിൻസിപ്പിൾ ആയിരുന്നു എല്ലാം അള്ളാഹു ആണ്, അള്ളാഹു എല്ലാമാണ്. സുബ്ഹാനല്ലാഹ്. അതായത് നിലനിൽക്കുന്ന ഒരേ ഒരു കാര്യം അള്ളാഹ് മാത്രമാണ്. അതായത് ഈ മുമ്പ് പറഞ്ഞ തത്വചിന്തകർ ഉണ്ടല്ലോ, അവരെന്തായാലും ഡീവിയേറ്റഡ് ആയിട്ട് ചിന്തകളാണ്, അതായത് ഇസ്ലാമിൽ നിന്ന് വഴിവിട്ട ചിന്തകളാണ് വരുന്നത്. അപ്പം ഇതിനെ ഇയാളൊന്ന് ഇസ്ലാമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇസ്ലാമിക് ആക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. എല്ലാം അള്ളാഹു ആണ്, അള്ളാഹു എല്ലാമാണ്, ഒരേ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് അള്ളാഹു മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ അല്ലെ? മനസ്സിലാക്കി തരാം ഇൻഷാ അല്ലാഹ്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു വാദത്തിന് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ അതിന് അദ്വൈതവാദം എന്ന് പറയും. മോണിസം, ഇംഗ്ലീഷിൽ മോണിസം, മലയാളത്തിൽ അദ്വൈതവാദം. ഇനി എങ്ങനെയാണ് ഈ ഇബ്നു അറബി പറഞ്ഞ എല്ലാം അള്ളാഹു ആണ്, അള്ളാഹു എല്ലാമാണ് തെറ്റാണെന്ന് മനസ്സിലാക്കേണ്ടത്? അത് പറയുന്നതിന് മുമ്പേ ഒരു ചെറിയ ജനറൽ നോളജ് ഷെയർ ചെയ്യാം. അതായത് നമുക്ക് മലയാളത്തിലൊക്കെ അല്ലെങ്കിൽ സയൻസിലോ സോഷ്യൽ സ്റ്റഡീസിലോ നമ്മൾ ചിലപ്പോൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും സ്കൂളിൽ, ഭാരതീയ വിശ്വാസം അല്ലെ, ഇന്ത്യന്റെ ചരിത്രമൊക്കെ പഠിച്ച സമയത്ത് അദ്വൈതം, ശങ്കരാചാര്യരാണ് അദ്വൈതത്തിനെ പ്രൊമോട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഈവൻ ഹിന്ദുക്കളുടെ വിശ്വാസ സംഹിതകൾ അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളായ ഋഗ്വേദ, ഭഗവത്ഗീത, ഉപനിഷത്തുകളിലൊക്കെ ഈ അദ്വൈതത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാ അദ്വൈതമൊക്കെ ഇവിടെ പറയുന്നത്? നമുക്ക് മെല്ലെ കണക്ട് ചെയ്ത് കൊണ്ടുവരാം. എങ്ങനെയാണ് നമ്മളെ ദീനിൽ നിന്നുള്ള നമ്മുടെ തൗഹീദിനെ ഇത്ര ഭംഗിയായിട്ട് അവര് തെറ്റിച്ച് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ
തെറ്റിപ്പോയതായിരിക്കാം, അള്ളാഹു ആലം. തെറ്റിപ്പോയത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. അതായത് അദ്വൈതം എന്ന് പറഞ്ഞാല് അവരുടെ എക്സ്പ്ലനേഷൻ എന്താണ്? ബ്രഹ്മമാണ് സത്യം, ജഗത്ത് മിഥ്യയാണ്, ജീവൻ ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമല്ല. മെല്ലെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബ്രഹ്മമാണ് സത്യം. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോൺസെപ്റ്റിൽ പരമാത്മാവ്, അതായത് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതിന് ആദിയില്ല അന്ത്യവുമില്ല, അതിന് രൂപമില്ല, എല്ലാം ബ്രഹ്മമാണ്, എല്ലാം ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ബ്രഹ്മമാണ്. ഒരു വെളിച്ചത്തിന് പോലും സ്വയം വെളിച്ചം ഉണ്ടാക്കാൻ കഴിയില്ല, ബ്രഹ്മം വെളിച്ചം കൊടുത്താലല്ലാതെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നമുക്ക് എന്തൊക്കെ ഡെഫിനേഷൻ ഉണ്ടോ അതൊക്കെ അല്ലെ. അള്ളാഹ്ക്ക് സ്റ്റാർട്ടിങ് ഇല്ല, എൻഡിങ് ഇല്ല. അള്ളാഹിന്റെ രൂപം നമുക്കറിയില്ല. എല്ലാം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? എല്ലാം നിയന്ത്രിക്കുന്നത്, എല്ലാം സൃഷ്ടിക്കുന്നത് അള്ളാണ്. അള്ളാഹ് കത്തിക്കാതെ ഒരു വെളിച്ചം പോലും കത്തൂല, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതൊക്കെ തന്നെ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ ആയി മാറിയത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇതാണ് അവരുടെ ബ്രഹ്മം എന്ന് പറയുന്നത്, പരമാത്മാവ്. അപ്പം അവര് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് ബ്രഹ്മമാണ് സത്യം, പരമാത്മാവ് അല്ലെങ്കിൽ ദൈവം മാത്രമാണ് സത്യം, ജഗത്ത് മിഥ്യയാണെന്ന്. ജഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോകം എന്ന് പറയുന്നത് എന്താണ്? മിഥ്യ എന്ന് പറഞ്ഞാൽ സത്യമല്ല, അങ്ങനെ ഒന്നും ഇല്ല, ഇത് മായയാണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് തോന്നലാണ്. സുബ്ഹാനല്ലാഹ്. അതായത് ജഗത്ത് എന്ന് പറയുന്ന വേറൊരു സംഭവം ഇല്ല, ഈ ലോകം എന്ന് പറയുന്ന, അതായത് സൃഷ്ടികൾ എന്ന് പറയുന്ന വേറൊരു സംഭവം ഇല്ല. ഈ ലോകം അല്ലെങ്കിൽ ഇവിടുത്തെ ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്, അതായത് ദൈവം തന്നെയാണ്. അതായത് എല്ലാവരും, സൃഷ്ടികളെല്ലാം എന്താണ്? ദൈവമാണ്. മനസ്സിലായോ? അതായത് ഈ ലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന എല്ലാ സംഭവങ്ങളും, സർവ്വചരാചരങ്ങളും ദൈവം തന്നെയാണ്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒന്നില്ല ജഗത്ത് എന്ന് പറഞ്ഞിട്ട്. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് മായയാണ്. അപ്പം ആകെ നിലനിൽക്കുന്നത് ബ്രഹ്മമാണ്. എന്താണ്? ഈ ലോകം എന്ന് പറയുന്നത് തെറ്റാണ്. ജീവൻ ബ്രഹ്മത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. അതായത് ഭൂമിയിലുള്ള ജീവൻ, മനുഷ്യന്മാര് ബ്രഹ്മത്തിൽ നിന്ന്, അതായത് ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമല്ല, അതായത് ദൈവം തന്നെയാണ്. ഇതാണ് അദ്വൈതവാദം. ഓക്കെ, അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ്വൈതം എന്ന് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെന്നാണ്, അല്ലെ. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ല, ഒന്നാണ്. ഒന്ന് സ്ക്രീനിലേക്ക് നോക്കുക, ഞാൻ എഴുതിയിട്ടുണ്ട്. മോണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതവാദം. പക്ഷെ നമ്മളുടേത് എന്താണ്? മോണോതീസം ആണ്. അതായത് ഒരു ദൈവം എന്നുള്ള വിശ്വാസമാണ്. അവരുടെ വിശ്വാസം എന്താണ്? എല്ലാം ഒന്നാണ്, മനുഷ്യനും ദൈവവും ഒക്കെ ഒന്നാണ്. മനുഷ്യന്റെ ഉള്ളിൽ എവിടെയോ, അല്ലേ, ദൈവം എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. അതായത് സ്വയം ദൈവ സിദ്ധാന്തം എന്ന് വേറൊരു ഭാഷയിൽ പറയാം. ഇതിന്റെ പല രൂപങ്ങൾ നമുക്ക് ഇനി വരുന്ന പല മൊഡ്യൂളുകളിലും നമ്മൾ പഠിക്കാനുണ്ട്. നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇത്ര വലിയ സംഭവങ്ങളൊക്കെ പഠിക്കുന്നതെന്ന്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ അറിയാത്തത് കൊണ്ട് ഈ കാര്യത്തില് പല പല ഡീവിയേഷൻസ് നമ്മളുടെ എല്ലാവരുടെയും വീടിന്റെ അകത്ത് ശിർക്കിന്റെ രൂപത്തിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, തൗഹീദിന്റെ കലർപ്പ് മനസ്സിലാക്കാൻ നമുക്ക് തൗഹീദ് എന്താന്ന് പഠിച്ചേ മതിയാവുന്നു. അപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമുക്ക് തൗഹീദ് എന്താന്ന് മനസ്സിലാക്കാൻ, അതിനകത്ത് വിശ്വസിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തൗഹീദ് പഠിച്ചതിനേക്കാളും തൗഹീദിൽ എങ്ങനെ കലർപ്പ് ഉണ്ടാക്കാം, എങ്ങനെ തെറ്റിക്കാം എന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ദുനിയാവിൽ പഠിച്ചിട്ടുണ്ട്. അവരത് പ്രവർത്തിക്കുന്നുണ്ട് നല്ല ലാർജ് സ്കെയിലില്. നമ്മളുടെയൊക്കെ വീട്ടിന്റെ അകത്തെത്തിയിട്ട് പോലും നമുക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയേ മതിയാവും. ഈ എന്താണ് സ്വയം ദൈവ സിദ്ധാന്തമൊക്കെ നൈസായിട്ട് അവരെങ്ങനെയാണ് തൗഹീദിൽ മൂടി പുതച്ച് നമ്മുടെ വീട്ടിനകത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഇബ്നു അറബിയുടെ വാദം നമ്മൾ പറഞ്ഞു, അല്ലെ, എല്ലാം അള്ളാഹു ആണ്, അള്ളാഹു എല്ലാമാണ്. പിന്നീട് പണ്ഡിതന്മാർ ഇതിനെ വഹ്ദത്തുൽ വുജൂദ് എന്ന്, അതായത് ഒരേ ഒരു നിലനിൽപ്പ് അള്ളാഹു മാത്രമാണ്, അള്ളാഹ് മാത്രമേ ശരിക്കുള്ളൂ, ബാക്കിയുള്ളതൊക്കെ എന്താണ്? അള്ളാഹിന്റെ പാർട്ടികൾസ് അല്ലെങ്കിൽ അള്ളാഹിന്റെ ഷെയറാണ് മനുഷ്യന്മാര് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഇബ്നു അറബി, അതായത് ഇസ്ലാമിക തത്വചിന്തകൻ. സൗണ്ട് കുറവാണോ? കേൾക്കുന്നില്ലേ? ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യണേ. ക്ലിയർ ആണ്, ഓക്കെ. അപ്പം ഇസ്ലാമിക തത്വചിന്തകൻ ആണെന്ന് എന്താണ് വാദിച്ച ഇബ്നു അറബി എല്ലാം അള്ളാഹു ആണ്, അള്ളാഹു എല്ലാം ആണ് എന്ന് പറഞ്ഞു വെച്ചത് ഇതിന്റെ ചെറിയ ഒരു ഫോമാണ്. ഓക്കെ, ഈ ഒരു വിശ്വാസം മതവിരുദ്ധമാണ്. കാരണം നമ്മളെ ഇസ്ലാമിക തൗഹീദ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിക് അഖീദയിലുള്ള നമ്മളുടെ ബേസിക് ഫൗണ്ടേഷൻ ആയിട്ടുള്ള തൗഹീദ് എന്ന് പറയുന്നത് അള്ളാഹുവും സൃഷ്ടികളും ഒന്നാണെന്നല്ല, പകരം
അല്ല ഒന്നാണ്, അതായത് ഏക ദൈവ വിശ്വാസമാണ്. സൃഷ്ടികള് വേറെ തന്നെയാണ്, അള്ളാഹുവിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന്. ഓക്കെ, അള്ളാഹുവും സൃഷ്ടികളും ഒന്ന് എന്നുള്ളത് മോണോതിയിസം അല്ല, മോണിസമാണ്, അദ്വൈതവാദമാണ്. നമ്മളത് മോണോതിയിസമാണ്, അതായത് ഒരു ദൈവം. അള്ളാഹു ആണ് ഒരേ ഒരു ദൈവം. സൃഷ്ടികൾ അള്ളാഹുവിൽ നിന്ന് കംപ്ലീറ്റ് സെപ്പറേറ്റ് ആണ്. അപ്പൊ നമുക്കത് മോണിസം അല്ല, മോണോതീസമാണ്. അവര് മോണിസം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്, പക്ഷെ അവരെന്താണ് ഒന്നാക്കുന്നത്? സൃഷ്ടികളെയും അള്ളാഹുവിനെയും ഒന്നാക്കാണ്. നമുക്ക് സൃഷ്ടികൾ വേറെ, അള്ള വേറെ, അള്ള ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മളുടെ തൗഹീദ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ? ഇതിപ്പോ ഇത്ര മനസ്സിലാക്കാൻ എന്താന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം, പക്ഷെ ആ കാര്യത്തിൽ പിടിച്ചിട്ടാണ് ഡീവിയേഷൻ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് എന്താണെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അള്ളാണ് ഒരേ ഒരു സൃഷ്ടാവ്, അള്ളാഹു അല്ലാത്ത എല്ലാം സൃഷ്ടികളാണ് അല്ലെ? അപ്പം അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ ഏകത്വം അല്ലെങ്കിൽ തൗഹീദ് എന്ന് പറയുമ്പം, അള്ളാഹുവിന്റെ പേരുകളുടെയും സിഫാത്തുകളുടെയും തൗഹീദ് എന്ന് പറയുമ്പം നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? അള്ളാഹുവിനെയും സൃഷ്ടികളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അള്ളാഹ് വേറെ, അള്ളാഹിന്റെ സിഫത്തുകൾ വേറെ, അള്ളാഹിന്റെ പേരുകൾ വേറെ തന്നെയാണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് തൗഹീദ് അൽ അസ്മാ വ സിഫാത്ത് പഠിക്കുന്നതിലൂടെ. ഓക്കെ, അപ്പം അള്ളാന്റെ ഏകത്വം, അള്ളാന്റെ യുണീക്നെസ് എന്ന് പറയുമ്പം നമ്മൾ ഒരു തരത്തിലും അള്ളാന്റെ ഒരു ക്വാളിറ്റിയും, അള്ളാന്റെ ഒരു സിഫത്തും മനുഷ്യന്മാർക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂല. അത് മനുഷ്യന് ആ കഴിവുണ്ട്, ഈ കഴിവുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂല. അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതാണ് തൗഹീദ് അൽ അസ്മാ വ സിഫാത്ത്. അള്ളാഹുവിന്റെ നാമങ്ങളുടെയും വിശേഷണങ്ങളുടെയും ഏകത്വം നിലനിർത്തൽ. അള്ളാഹ്ക്ക് അള്ളാഹ് ഒന്നേ ഉള്ളൂ, അള്ളാഹ് വേറെയാണ്, മനുഷ്യന്മാർ വേറെയാണ്, അള്ളാഹിന്റെ ക്വാളിറ്റീസ് വേറെയാണ്, മനുഷ്യന്മാരുടെ ക്വാളിറ്റി. മനുഷ്യന്മാരെന്ന് പറയുമ്പോൾ ഞാൻ സൃഷ്ടികൾ എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഏത് തരം സൃഷ്ടികളും, അത് മലായിക്കത്തായിക്കോട്ടെ, ജിന്നായിക്കോട്ടെ, പ്രവാചകന്മാരായിക്കോട്ടെ. പ്രവാചകന്മാർ മനുഷ്യന്മാർ തന്നെയാണ്. നമ്മൾ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് കാണുന്ന ആൾക്കാരായിക്കോട്ടെ. സുബ്ഹാനല്ലാഹ്, അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് പോവാം. പല മൊഡ്യൂളുകളിലായിട്ട് ഉണ്ട്. സംഭവം ഇതുണ്ടല്ലോ, ഒരു മൊഡ്യൂളോ 2 മൊഡ്യൂളോ പഠിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ മിസ്സിംഗ് ആണ്. ഇത് ഫുൾ ആദ്യം മുതൽ അവസാനം വരെ കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഇത് തുടങ്ങിയവരെ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്ക് എളുപ്പം തരട്ടെ. പഠിപ്പിച്ചു തരാൻ എനിക്കും, ഇത് നടത്താൻ അക്കാഡമിക്കും, പഠിക്കാൻ നിങ്ങൾക്കും, ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ. അപ്പം തൗഹീദ് അൽ അസ്മാ വ സിഫാത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നാമങ്ങളുടെയും വിശേഷണങ്ങളുടെയും ഏകത്വം നിലനിർത്തലാണ്. ഓക്കെ, ഇനി അള്ളാന്റെ സിഫത്തുകൾ എന്ന് പറയുന്നത് അള്ളാഹ് പറഞ്ഞു തന്നതാണ് അള്ളാന്റെ സിഫത്തുകൾ. ഓക്കെ, അതെന്താ അങ്ങനെ? അള്ളാഹ് പറഞ്ഞത് തന്നെയാണ് അള്ളാന്റെ സിഫത്തുകൾ എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? കാരണം നമ്മളോട് പറയാണ് അള്ളാന്റെ സിഫത്തുകൾ നിങ്ങൾ അങ്ങ് ഇമാജിൻ ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തും പറയാം അല്ലെ? കാരണം നമ്മളുടെ ഇമാജിനേഷൻ അനുസരിച്ച് നമുക്ക് പലതും പറയാം. അത് പലതും അള്ളാഹ്ക്ക് ഫിറ്റ് ആയിക്കൊള്ളണമെന്നില്ല. കാരണം അള്ളാന്റെ ക്വാളിറ്റി, അള്ളാന്റെ ലെവൽ എന്താ നമുക്ക് അറിയൂല അല്ലെ? അപ്പൊ നമ്മളെടുത്ത് നിങ്ങൾ അള്ളാന്റെ സിഫത്ത് അങ്ങ് തീരുമാനിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതാ ശരിക്കുള്ള അള്ളാന്റെ സിഫത്ത് ഏതാ ശരിക്കും ഇല്ലാത്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഇമാജിനേഷനിൽ വരുന്ന സിഫത്തുകളെ നമ്മൾ പറയുള്ളൂ. ഒരു ചെറിയ സൈഡ് നോട്ട് ആയിട്ട് ഞാൻ പറയാണ്, നമുക്കറിയാം മറ്റു പല മതങ്ങളിലുള്ള ദൈവങ്ങൾ അല്ലെ, അവരുടെ ഇമാജിനേഷനിൽ എന്തിനെ ദൈവമാക്കാവോ അതിനൊക്കെ അവർ ദൈവമാക്കിയിട്ടുണ്ട് അല്ലെ. പശുവിനെ, മരങ്ങളെ. സുബ്ഹാനല്ലാഹ്. കാരണം മനുഷ്യന്മാരുടെ ഇമാജിനേഷൻ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എന്ന് പറയുന്നത് അവൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ മനുഷ്യന്മാരുടെ ഇമാജിനേഷനിൽ. അതിനെയാണ് അവർ ദൈവമാക്കുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ സിഫാത്തുകള്, അതിന്റെ ഒരേ ഒരു സോഴ്സ്, അള്ളാഹുവിന്റെ സിഫാത്ത് എന്താണെന്ന് പറഞ്ഞു തരാൻ അർഹതയുള്ള, അധികാരമുള്ള ഒരേ ഒരു സോഴ്സ് എന്താണ്? അള്ളാഹ് മാത്രമേ ഉള്ളൂ. അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ അള്ളാഹിന്റെ സിഫാത്ത് എന്താണ്. അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ അള്ളാഹിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് മാത്രമേ അള്ളാഹിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളുടെ ഇമാജിനേഷനിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തോ ആവാം, അത് അള്ളാഹ്ക്ക് ഫിറ്റ് ആവേ ഇല്ല. ഓക്കെ, അതിപ്പം അള്ളാന്റെ സിഫാത്തുകൾ അള്ള തന്നെ അറിയിക്കണം എന്ന് മാത്രമല്ല, അള്ള നമുക്കൊരു പേര് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് അള്ളാന്റെ പേരായിട്ട് അള്ള നമുക്കൊരു പേര് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ പേരിൽ ഒരു സിഫത്ത് ഉണ്ടായിരിക്കും അല്ലെ. അള്ളാഹു അസ്സമീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. എല്ലാം കേൾക്കാനുള്ള കഴിവ് അള്ളാഹുവിന്റെ ഒരു ക്വാളിറ്റിയാണ് അവിടെ, അതൊരു സിഫത്താണ് അത്.
ഓക്കെ. അപ്പൊ അള്ളാഹ് നമുക്കൊരു പേര്, അള്ളാഹിന്റെ പേരായിട്ട് നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിഫത്ത് ഉണ്ടാവും. പക്ഷേ അള്ളാഹ്ക്ക് ഒരു ക്വാളിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ ഇന്നത് ചെയ്യും അല്ലെങ്കിൽ ഇന്നത് ചെയ്യുന്നവനാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട പേര് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. അതായത് അള്ളാഹ്ക്ക് ഒരു പേര് അള്ളാഹായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ പേര് ഉണ്ടാക്കാൻ പാടില്ല. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഓക്കെ. അപ്പം ഇതുകൊണ്ടാണ് പണ്ഡിതന്മാര് അള്ളാഹുവിന്റെ അസ്മാ വസിഫാത്ത് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആക്കി വെച്ചത്. അല്ലെങ്കിൽ തൗഹീദ് അൽ അസ്മാ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെ. എല്ലാ അസ്മാക്കളും എല്ലാ പേരിനും സിഫത്ത് ഉണ്ടെങ്കിൽ തൗഹീദ് അൽ അസ്മാ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ എല്ലാ പേരിനും സിഫത്ത് ഉണ്ട്, പക്ഷെ എല്ലാ സിഫത്തിനും പേര് അള്ളാഹ് കൊടുത്തിട്ടില്ല. അള്ളാഹ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അറിയേയില്ല. ഓക്കെ. അപ്പം ആ ഒരു കാര്യം മനസ്സിലാക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അറിയില്ല, അള്ളാഹ്ക്കേ അറിയുള്ളൂ അല്ലെ. അള്ളാഹ് അങ്ങനെ തെരഞ്ഞെടുത്ത, അള്ളാഹ് പറഞ്ഞു, നമ്മളത് വിശ്വസിക്കുന്നു. അതിനപ്പുറത്തേക്ക് അക്കാര്യത്തിൽ ചോദ്യമില്ല. അപ്പോൾ തൗഹീദ് അൽ അസ്മാഉ വസിഫാത്ത് എന്ന് പറയുമ്പം അള്ളാഹുവിന്റെ ഏകത്വം എന്ന്, അള്ളാഹുവിന്റെ നാമങ്ങളിലും സിഫത്തുകളിലുമുള്ള തൗഹീദ് അല്ലെങ്കിൽ ഏകത്വം എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി സംസാരിക്കുന്നത് എന്താ വെച്ചാൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഭാഷയിൽ, അറബിയിൽ അള്ളാഹുവിന്റെ പേരുകളെയും സിഫത്തുകളെയും മനസ്സിലാക്കലാണ്. കാരണം അള്ളാഹിനെ കുറിച്ച് പറയാൻ തെരഞ്ഞെടുത്തത് അറബി ഭാഷയാണ് അല്ലെ. ഖുർആനില് അല്ലെങ്കിൽ ഹദീസുകൾ വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി തെരഞ്ഞെടുത്തത് അറബി ഭാഷയാണ്. കാരണം അറബി ഭാഷയ്ക്ക് നമുക്കറിയാം, അത് ചില വാക്കുകൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ അതിന് വേറെ തന്നെ അർത്ഥങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ പലരും അസ്മാൽ ഹുസ്നയുടെ ഒക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും. അവിടെയുള്ള ടീച്ചേഴ്സ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലെ. ആ ഒരു അറബി ഭാഷയിൽ ഈ ഒരു വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ റൂട്ടൊക്കെ വെച്ചിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ അത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെയാണ് ഖുർആനിൽ യൂസ് ചെയ്തിട്ടുള്ളത്, ഇന്നതാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഭാഷയിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകള് സിഫത്തുകള് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് സുബ്ഹാനല്ലാഹ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ പലപ്പോഴും അള്ളാഹുവിന്റെ അസ്മാ എന്നൊക്കെ പറയുമ്പം ഖുർആനിലും സുന്നത്തിലും പറയാത്ത രീതികളിൽ ചിലപ്പോൾ ഉപയോഗിക്കാറുള്ള ആളുകളാണ്. ചിലതൊക്കെ കേട്ടിട്ട് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. അള്ളാഹിന്റെ ഏതോ ഒരു പേര് ഏതോ ഒരു സമയത്ത് ഇത്ര പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്നതുണ്ടാവും. അവിടെ അതൊന്നും അല്ല തൗഹീദ് അൽ അസ്മാ വസിഫാത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലോ ഹദീസിലോ എവിടെയെങ്കിലും പറഞ്ഞതായിട്ടുള്ള പ്രോപ്പർ റെഫറൻസ് ഉണ്ടായിരിക്കണം, സ്വീകാര്യമായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ട് അള്ളാഹിന്റെ പേര് ഇത്ര പ്രാവശ്യം ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ ചൊല്ലിയാൽ ഇന്നത് ഉണ്ടാവും എന്നുള്ളത് തൗഹീദ് അൽ അസ്മാ വസിഫാത്തിന്റെ അടുത്തേക്ക് പോലും പോവാത്ത ഒരു കാര്യമാണ്. പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ പേര് പറഞ്ഞു തന്നത്, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കലാണ് തൗഹീദ് അൽ അസ്മാ വസിഫാത്ത്. എങ്ങനെയാണ് അതനുസരിച്ച് ജീവിക്കുന്നതെന്ന് ഒരൊറ്റ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ പേരാണ് അൽ മുജീബ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അള്ളാഹുവിന്റെ ഇവിടെ നിൽക്കുന്ന അസ്മാൽ ഹുസ്ന ബൈഹാട്ട് അറിയാത്തവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അൽ മുജീബ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പേരാണ്. അതായത് മുജീബ് എന്താണ്? ജവാബ് കൊടുക്കുന്നവൻ അല്ലെ. എല്ലാ പ്രാർത്ഥനകൾക്കും, എല്ലാവരുടെ ചോദ്യങ്ങൾക്കും എല്ലാവരുടെ പ്രാർത്ഥനകൾക്കും ഉത്തരം കൊടുക്കുന്നവൻ അല്ലെ. എല്ലാ റിക്വസ്റ്റുകൾക്കും മറുപടി കൊടുക്കുന്നവനാണ്. ചോദിക്കുന്നവനൊക്കെ കൊടുക്കുന്നവനാണ് റബ്ബ്. ആര് എന്ത് ചോദിച്ചു വന്നു കഴിഞ്ഞാലും അതിനൊക്കെ കൊടുക്കാൻ കഴിവുള്ളവനാണ് റബ്ബ്. പ്ലസ് അൽ മുജീബിന് ഒരു അർത്ഥം എന്ന ഒരു അഡീഷൻ ഉണ്ട്. എന്ത്? അവന്റെ ഹിക്മത്തിനനുസരിച്ച്, റബ്ബിന്റെ ഹിക്മത്തിനനുസരിച്ച് മറുപടി കൊടുക്കുന്നവനാണ് അവൻ. അല്ലാതെ നമ്മളുടെ ഹിക്മത്തിനല്ല അവൻ മറുപടി തരാം അല്ലെ. ചിലപ്പോ നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ റബ്ബ് തരും നമുക്ക്. ചിലപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം തരും റബ്ബ്. കാരണം അവിടെ റബ്ബിന്റെ ഹിക്മത്തിനനുസരിച്ചാണ് റബ്ബ്, അൽ മുജീബായ റബ്ബ് മറുപടി തരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അൽ മുജീബ് എന്നുള്ള പേരിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ തൗഹീദിൽ നമ്മൾ എങ്ങനെയാ ജീവിക്കുക? തൗഹീദ് അൽ അസ്മാ വ സിഫാത്ത് അവിടെ എങ്ങനെയാ നമ്മൾ കൊണ്ടുവരിക? ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്റെ റബ്ബിന് എന്തായാലും തരാൻ പറ്റും. പക്ഷെ ഞാൻ ചോദിച്ചത് എന്റെ ഹിക്മത്തിനനുസരിച്ചല്ല റബ്ബ് തരാം. അതിനേക്കാൾ കൂടുതൽ തരണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തരും. അത് തടയണമെങ്കിൽ റബ്ബ് തടയും. അത് പിന്നീട് തരണമെങ്കിൽ പിന്നീട് തരും. അതിനേക്കാൾ കുറച്ച് തരണമെങ്കിൽ കുറച്ച് തരും. റബ്ബിന്റെ ഹിക്മത്തിനനുസരിച്ചാ തരാം അല്ലെ. നമുക്ക് ദുആ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിരാശന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അവിടെ തൗഹീദ് അൽ അസ്മാ വ സിഫാത്തിൽ അൽ മുജീബില് തൗഹീദ് അൽ അസ്മാ വ സിഫാത്ത് കൊടുത്ത് നമ്മൾ ജീവിക്കുകയില്ലേ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ ഇസ്മുകളും ഓരോ സിഫത്തുകളും അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നിടത്താണ് തൗഹീദ് അൽ അസ്മാ വ സിഫാത്ത്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഇതിലെ തൗഹീദിൽ എത്തിയിട്ടുണ്ടോ?
അള്ളാഹു അൽ ഖദീർ ആണ് അല്ലെ. എല്ലാ കുഞ്ഞി 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 കാര്യങ്ങളും റബ്ബിന്റെ ഖദറിന്റെ ഗ്രന്ഥത്തിലുണ്ട്. ഒരു പഴുത്ത ഇല വീഴുന്നത് പോലും നമ്മൾ വിചാരിക്കും അത് പഴുത്തിട്ട് വീഴുന്നതല്ലേ, വാടിയിട്ട് ഉണങ്ങിയിട്ട് വീഴുന്നതല്ലേ, പക്ഷെ അതുപോലും റബ്ബിന്റെ ഖദറിന്റെ ഗ്രന്ഥത്തിലുണ്ട്. എന്നാൽ നമ്മളെ ജീവിതത്തിലല്ലേ ഒരു കാല് എവിടെയെങ്കിലും ഒന്ന് വെച്ച് കുത്തി നമ്മളൊന്ന് വീണ് ഇതായി കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്തിട്ടാ, ഇതിങ്ങനെ ചെയ്തിട്ടാ, അത് മറ്റത് ചെയ്തിട്ടാ, എവിടെ നമ്മളെ തൗഹീദ്? അപ്പൊ നമ്മൾ ചോദിക്കും നമ്മൾ അള്ളാഹിനെ അല്ലാണ്ട് ഇബാദത്ത് ചെയ്യുന്നില്ലല്ലോ, എവിടെ തൗഹീദ് അൽ അസ്മാ വ സിഫാത്ത്? എവിടെ? കാറ്റില് പറക്കുക അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇനിയിപ്പോ നമ്മൾ അൽ മുജീബിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ആരെങ്കിലും ഒരാള് നമ്മളെ കുടുംബത്തിൽ അള്ളാഹു കാക്കട്ടെ ആർക്കെങ്കിലും സീരിയസ് ആയിട്ട് ഒരു രോഗം വന്നോന്നേക്കുക, നമ്മൾ ദ്വാ ചെയ്യും, അള്ളാഹു എങ്ങനെയെങ്കിലും നീ അത് മാറ്റി തന്നെ റബ്ബേ, എങ്ങനെയെങ്കിലും മാറ്റി തന്നെ റബ്ബേ അല്ലെ. പക്ഷെ സുബ്ഹാനല്ലാഹ്, ചിലപ്പം അള്ളാഹുവിന്റെ ഹിക്മത്ത് അവർക്ക് ആ രോഗം മാറലായിരിക്കൂല. ചിലപ്പോൾ അള്ളാഹിന്റെ ഹിക്മത്ത്, അള്ളാഹു കാക്കട്ടെ, അവര് ചിലപ്പം ബെഡ് റിട്ടൺ ആക്കുക, ചിലപ്പം വർഷങ്ങളോളം കിടക്കയിൽ കിടത്താനായിരിക്കാം, ചിലപ്പം അള്ളാഹുലേക്ക് തിരിച്ചു വിളിക്കാനായിരിക്കാം. നമ്മുടെ ഹിക്മത്തിന് അത് സെറ്റായിട്ടുണ്ടാവില്ല അല്ലെ. കാരണം നമ്മൾ അള്ളാഹിനോട് ദ്വാ ചെയ്ത് അള്ളാഹ് അൽ മുജീബായിട്ട് അള്ളാഹ് മറുപടി തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ തൗഹീദ് തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹിന്റെ ഹിക്മത്തില് ഒരു പക്ഷേ ആ ആള് ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ പുറത്തു കൊടുക്കാൻ ഒരു അവസരമായിരിക്കും അള്ളാഹു ആ കിടക്കുന്നതിലൂടെ അല്ലെ. ഒരു മുള്ളു കൊണ്ടാ പോലും അത് പാപമോചനമാണ് റബ്ബ് ഉറപ്പ് തന്നത്. ചിലപ്പോൾ ആ ആൾക്ക് എല്ലാം പുറത്തു കൊടുക്കാനുള്ള കൊടുത്തൊരു അവസരമായിരിക്കും. നമ്മുടെ ഹിക്മത്തിൽ ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ അൽ മുജീബ് എന്ന് പറയുന്ന തൗഹീദ് അൽ അസ്മാ വസിഫത്ത് നമ്മൾ ഓൾറെഡി അവിടെ തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചിട്ടായിരിക്കും അള്ളാഹിന്റെ ഹിക്മത്തിന് അവിടെ ഹിക്മത്ത് കൊണ്ട് അവിടെ മറുപടി തരുന്നത്. കാരണം ചിലപ്പോ ആ വ്യക്തിനെ അള്ളാഹുലേക്ക് തിരിച്ചു വിളിച്ചാലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ഈ ജീവിതം എത്ര നിരർത്ഥകമാണ്, അള്ളാഹുലേക്ക് മടങ്ങല്ലാതെ വേറെ രക്ഷയില്ല. അതുവരെ നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങിയിട്ടുണ്ടാവില്ല അല്ലെ. അള്ളാഹ്ക്കറിയാം നമുക്ക് എന്താ ബെസ്റ്റ് എന്ന്. കാരണം എന്നെ ചിലപ്പോൾ റബ്ബിലേക്ക് മടക്കണമെങ്കിൽ ആ ആളെ അള്ളാഹുലേക്ക് ചിലപ്പോൾ തിരിച്ചു വിളിക്കേണ്ടി വരും. അപ്പൊ അതല്ലേ ഖൈർ, അള്ളാഹിന്റെ ഹിക്മത്തല്ലേ ഖൈർ. ചിലപ്പം ആ ആളെ തിരിച്ചു വിളിച്ചതിന്റെ പേരിൽ ആ ആൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് ദുആ ചെയ്യുമായിരിക്കും അല്ലെ. അപ്പൊ ആള് ചിലപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ, രോഗം മാറി തിരിച്ചു വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ച് അവരുടെ കൂടെ ജീവിക്കലായിരിക്കും. പക്ഷെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ ഒരുപാട് ദുആ ചെയ്യും. ഏതാ ഖൈർ? അള്ളാഹിന്റെ ഹിക്മത്താ ഖൈർ. അള്ളാഹ്ക്കേ അറിയുള്ളൂ ഏതാ നല്ലത് അല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ലിമിറ്റഡ് സെൻസിൽ ഈ ലോകത്തിന്റെ ഒരു കുഞ്ഞു വട്ടത്തിനുള്ളിൽ ഇരുന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും കാണുന്നത്. പക്ഷെ അള്ളാഹ്ക്ക് നമ്മളെ കുറിച്ച് ബെസ്റ്റ് പ്ലാൻസ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഇഹവും പരവും കണ്ടുകൊണ്ടുള്ള പ്ലാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഹിക്മത്തോട് കൂടിയാണ് അൽ മുജീബായ റബ്ബ് നമ്മളുടെ ദ്വാകൾക്ക് മറുപടി തരുന്നത്. ഞാൻ ജസ്റ്റ് അള്ളാഹിന്റെ ഒരൊറ്റ പേരെടുത്തിട്ട് അതിന്റെ ഒരു കുഞ്ഞു പാർട്ട് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ തൗഹീദ് അൽ അസ്മാ വസിഫാത്ത് എവിടെ എത്തണം എന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ തൗഹീദിന്റെ ആളുകളാണെന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ ഏതൊക്കെ പേരനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഇന്ന പേര് 999 പ്രാവശ്യം രാവിലെ എഴുന്നേറ്റ് ചൊല്ലിയ ഇന്ന കാര്യം കിട്ടും, അത് ചെയ്തിട്ടാണോ നമ്മൾ അള്ളാഹുവിന്റെ തൗഹീദ് അൽ അസ്മാ വസിഫാത്ത് നിലനിർത്തുന്നത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. അള്ളാഹിന്റെ എല്ലാ പേരും ഡിസ്കസ് ചെയ്യലും നമ്മുടെ ഈ കോഴ്സിന്റെ സ്കോപ്പിലുള്ള കാര്യമല്ല. നമുക്ക് സുബ്ഹാനല്ലാഹ് ഒരുപാട് കോഴ്സുകൾ നടക്കുന്നുണ്ട്. പറ്റുന്ന നല്ല ക്ലാസ്സുകൾ തിരഞ്ഞെടുത്ത് മനസ്സിലാക്കി അള്ളാഹിന്റെ പേരിനും സിഫത്തിനും അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. നമുക്ക് തൗഫീഖ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റുമെങ്കിൽ ആ ഒരു കോഴ്സ് ചെയ്യാം. പല തവണയായിട്ട് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, തുടങ്ങാൻ പറ്റിയില്ല. അള്ളാഹു ഹൈറായ ഒരു സമയം നമുക്ക് കാണിച്ചു തരട്ടെ. ആമീൻ. അപ്പം അതാണ് തൗഹീദ് അൽ അസ്മാ വസിഫാത്ത്. നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. എന്താണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ നിയമങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ നാമങ്ങളും തൗഹീദ് അൽ അസ്മാ വ സിഫാത്തിന് 5 നിയമങ്ങളുണ്ട്. ചുരുക്കി പറയണമെങ്കിൽ 5 നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഓരോ നിയമങ്ങൾ എടുക്കുമ്പോഴും അതിനകത്ത് എങ്ങനെയാണ് വഴികേട് സംഭവിച്ചതെന്നും കാണാം നമ്മൾ പറഞ്ഞു. അപ്പം ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് 2 എണ്ണം ഡിസ്കസ് ചെയ്യാം. കാരണം 5 ഡിസ്കസ് ചെയ്യുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് പോകും. അപ്പൊ 2 എണ്ണം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നിർത്തുന്നിടത്ത് വെച്ചിട്ടുള്ള എക്സാം അടുത്ത ആഴ്ച ഉണ്ടാവും. കഴിഞ്ഞ 2 ക്ലാസ്സും ഇന്നത്തെ ക്ലാസ്സും കൂടി ഇൻഷാ അല്ലാഹ്. അപ്പം 5 നിയമങ്ങളാണ്. ഒന്നാമത്തത്, അള്ളാഹുവിന്റെ നാമങ്ങളും സിഫാത്തുകളും അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുക. എന്താണ് ഈ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കൽ എന്ന് നോക്കാം നമുക്ക്. അതായത് അള്ളാഹ്ക്കൊരു പേരും അള്ളാഹ്ക്കൊരു സിഫത്തും തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആലങ്കാരികമായിട്ട് മനസ്സിലാക്കാനുള്ള അധികാരം നമുക്കില്ല. നമുക്ക് അക്ഷരാർത്ഥത്തിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രമല്ല, അള്ളാഹ് ഈ പേരെന്ന് പറഞ്ഞാൽ ഇന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നതല്ല എന്ന് പറയാൻ പോലും, അതായത്
ഇത് ഇന്നതാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല എന്ന് പറയാൻ പോലും നമുക്ക് അധികാരമില്ല. എന്താണോ അള്ളാഹ് പറഞ്ഞത് അത് അതേപടി വെള്ളം തൊടാതെ വിഴുങ്ങുക. ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ട് മനസ്സിലാക്കി തരാം. പൊതുവേ നമ്മൾ സംസാരത്തിൽ നമ്മൾ എന്താണോ പറയുന്നത് അതാണ് ഉദ്ദേശിക്കുക. ആലങ്കാരികമായ അർത്ഥം ഉദ്ദേശിക്കില്ല. പക്ഷെ ആലങ്കാരികമായ അർത്ഥം ഉദ്ദേശിക്കണമെങ്കിൽ അതിന് സാഹചര്യം അത്തരത്തിലായിരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഞാനിപ്പോ വീട്ടിലേക്ക് പെട്ടെന്ന് കയറി വരുമ്പോൾ ഞാൻ പറയാണ്, ഞാൻ വഴിയിൽ ഒരു പുലിനെ കണ്ടു. ആ വഴിയിൽ ഒരു പുലിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എവിടുന്നോ സൂന്നോ എങ്ങാനും രക്ഷപ്പെട്ട് വന്ന ഒരു പുലി വഴിയിലുണ്ടായിരുന്നു എന്നാ. എന്നാൽ ഞാൻ ഇങ്ങനെ പറയാ, ഞാൻ വഴിയിൽ ഒരു പുലിനെ കണ്ട്, ആ പുലി നാട്ടുകാരുടെ അടുത്തൊക്കെ പറയാ, നീ ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല, എല്ലാത്തിനും ഞാൻ തല്ലിക്കൊല്ലുന്നു. അത് കേട്ടാൽ നമുക്കറിയാം ഇത് ശരിക്കുള്ള ഒരു പുലി എന്ന മൃഗമല്ല. പക്ഷെ നമ്മൾ ആൾക്കാരെ പറയാറുണ്ടല്ലേ, മൂപ്പൊരു പുലിയാണെന്ന് പറയാറുണ്ട് അല്ലെ. അത് ലേശം സ്ട്രോങ് ആണ് അല്ലെങ്കിൽ പവർഫുൾ ആണെന്ന് പറയുന്ന പോലെ. അപ്പം കാരണം സംസാരിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞു. അപ്പൊ ആ സാഹചര്യത്തിന്റെ അർത്ഥം വെച്ചിട്ട് അവിടെ നമ്മൾ സാധാരണ പുലി ഊഹിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്, അക്ഷരാർത്ഥം ഊഹിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. അവിടെ ആലങ്കാരികമായ അർത്ഥമാണ്. അപ്പം ആലങ്കാരികമായ അർത്ഥം പ്രയോഗിക്കേണ്ടിടത്ത് സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യമുള്ള അല്ലെങ്കിൽ ആ സാഹചര്യത്തിന്റെ തെളിവുണ്ടെങ്കിൽ മാത്രമേ ആലങ്കാരികമായിട്ട് അർത്ഥം പ്രയോഗിക്കുള്ളൂ. ഇതും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാര്യത്തിൽ വരുമ്പോൾ ഒരു ഉദാഹരണം വെച്ച് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ അക്ഷരാർത്ഥം ആലങ്കാരികമായ അർത്ഥം എന്നൊക്കെ കേൾക്കുമ്പോൾ പടച്ചോനെ ഇത് കൈവിട്ട് പോയല്ലോ എന്ന് തോന്നും. തൽക്കാലം ഇത്രയും മനസ്സിലാക്കി അവിടെ വെക്കുക. നമ്മൾ ഉദാഹരണം എടുക്കുമ്പോൾ നല്ലോണം മനസ്സിലാവും. ഓക്കെ. അപ്പം നമ്മൾ പൊതുവെ എന്തൊരു കാര്യം പറയുമ്പം അത് അക്ഷരാർത്ഥത്തിലാണ് മനുഷ്യന്മാരെ എടുക്കാറ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേരുകൾ ഈ ഒരു റൂളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് ഓപ്പോസിറ്റ് ആയിട്ട് അർത്ഥം വരുന്ന രീതിയിൽ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേരുകൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ എടുക്കുള്ളൂ. അള്ളാഹ് എന്താണോ പറഞ്ഞത് അത് അതേപോലെ, അതിന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പോരാതെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഷൂറായിൽ 11-ാമത്തെ ആയത്ത്, ലൈസ കമിസ്ലിഹി ഷൈഉൻ, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവന് തുല്യമായി യാതൊന്നുമില്ല. അപ്പം അള്ളാന്റെ പേര് ഡിസ്ക്രൈബ് ചെയ്യുമ്പം അതിനെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നു മാത്രമല്ല, അതിനെ നമ്മൾ നമ്മളുടെ ഇമാജിനേഷൻ വെച്ചിട്ട് ഇമാജിൻ ചെയ്യാൻ പോവില്ല. കാരണം അള്ളാഹിനെ കുറിച്ച് പോലെ വേറൊന്നുമില്ല. നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയുന്ന എന്തെങ്കിലും ഒന്നേ ഇമാജിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ കേട്ടിട്ടുള്ളത്, വായിച്ചിട്ടുള്ളത്, അറിഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളേ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അള്ളാഹിനെ പോലെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റൂല. മനസ്സിലായില്ലേ? നമ്മൾ എന്തിപ്പോ അള്ളാന്റെ എന്തൊരു സിഫത്ത്, എന്തൊരു പേര് കേട്ടിട്ട് നമ്മൾ അതിനെ ഇമാജിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാലും അത് നമുക്കറിയാവുന്ന എന്തെങ്കിലും രീതിയിലേ അതിന്റെ ഇമാജിനേഷൻ എത്തുള്ളൂ. അത് അള്ളാഹു അല്ല. ആ ഇമാജിനേഷൻ അള്ളാഹു അല്ല. കാരണം അള്ളാഹിനെ പോലെ അള്ളാഹ് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പം ഈ രണ്ട് കാര്യങ്ങള് മനസ്സിലാക്കുക. ഒന്ന്, അള്ളാഹിനെ കുറിച്ച് എന്താണോ പറഞ്ഞത് അത് അതേപോലെ. രണ്ട്, അള്ളാഹിനെ പോലെ അള്ളാഹ് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല. ഇത് രണ്ടും കൂടെ നമ്മൾ ഒന്നിച്ചെടുക്കുമ്പോൾ ആണ് ഈ ഫസ്റ്റ് റൂള് നമുക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണങ്ങൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതായത് നമ്മളുടെ ഒന്നാമത്തെ ജനറേഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരുടെയും ജനറേഷന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അവര് ലിറ്ററലിസ്റ്റ് ആയിരുന്നു. അതായത് എന്താണോ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത് അത് അതേപോലെ എടുക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോയപ്പോൾ ആന്ത്രോപോമോർഫിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതായത് മാനവീകരണം നടത്തുന്ന, ഈ പേരൊന്നും കേട്ട് പേടിക്കേണ്ടതൊന്നും പഠിക്കാൻ വേണ്ടിട്ടോ, മാനവീകരണം നടത്തുന്ന ഒരു ഗ്രൂപ്പ് വന്നു. അതായത് അള്ളാന്റെ ക്വാളിറ്റീസ് മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് വന്നു പല രീതിയിൽ. അതായത് ക്രിസ്ത്യാനികൾ അവരാദ്യം ഡീവിയേറ്റ് ചെയ്തത് അസ്മാഉ വസിഫാത്തിലാണ്. കാരണം അള്ളാഹുവിന്റെ ചിത്രങ്ങൾ അല്ലെ അവര് പെയിന്റ് ചെയ്യാൻ തുടങ്ങി. മനുഷ്യന്മാരുടെ രൂപത്തിൽ ദൈവത്തിന് അവര് വരയ്ക്കാൻ തുടങ്ങി, പിക്ചർ എടുക്കാൻ തുടങ്ങി. പക്ഷെ നമ്മളുടെ ഫസ്റ്റ് ജനറേഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരുടെ ജനറേഷൻ അവരൊരിക്കലും അള്ളാഹ്ക്കൊരു ഫോം കൊടുത്തിട്ടില്ല. അള്ളാഹിന്റെ എന്തെങ്കിലും ഒരു സിഫാത്ത് എങ്ങനെയെന്ന് അവര് ചോദിച്ചിട്ടില്ല. അള്ളാഹിന്റെ സിഫാത്തിനെ കുറിച്ച് അവരോട് പറഞ്ഞാൽ അവർ അതേപടി അതിനെ സ്വീകരിക്കാൻ ചെയ്തത്. എങ്ങനെയെന്നുള്ള ഒരു ചോദ്യമേ അവര് ചോദിച്ചിട്ടില്ല.
ഒരു ഉദാഹരണം ഇമാം മാലിക് ഇമാം മാലിക് റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ സദസ്സിൽ അദ്ദേഹം സൂറത്ത് ത്വാഹയിലെ 5-ാമത്തെ ആയത്ത് അർ റഹ്മാൻ അലൽ അർഷിസ്തവ ആ ഒരു ആയത്ത് വിശദീകരിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് അല്ലെ, അള്ളാഹു പരമകാരുണികൻ സിംഹാസനസ്ഥനായിരിക്കുന്നു, അർഷിന്റെ മേലെ ഇസ്തവ അല്ലെ, അതിന്റെ മുകളിൽ ആരോഹണം ചെയ്തിരിക്കുന്നു, അതായത് സെറ്റിൽ ചെയ്തിരിക്കുന്നു അർഷിന്റെ മേലെ. അപ്പം ഒരാള് ഇത് കേട്ടുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ സർക്കിളിലുള്ള ഒരാൾ ചോദിക്കും, എങ്ങനെയാണ് അള്ളാഹു അർഷിന്റെ മുകളിൽ ആരോഹണം ചെയ്യുന്നത്, അല്ലെങ്കിൽ അർഷിന്റെ മുകളിൽ ആസനസ്ഥനായിരിക്കുന്നത്? അപ്പം അദ്ദേഹം മറുപടി പറയും, ഇസ്തവ അല്ലെങ്കിൽ സെറ്റിലിംഗ് അബവ് എന്ന് പറയുന്നത് അറബിയിൽ നമുക്ക് അറിയാം, ഇന്നതാണ് അർത്ഥം, ആസനസ്ഥനായിരിക്കുന്നു എന്നാണ് അർത്ഥം. പക്ഷെ എങ്ങനെ എന്നുള്ളത് നമുക്കറിയൂല. അതിനെക്കുറിച്ച് ചോദിക്കല് ബിദഅത്താണ്. അതുകൊണ്ട് നീ എന്റെ സർക്കിളിൽ നിന്നും ഈ ഒരു സദസ്സിൽ നിന്നും പൊയ്ക്കോന്ന് അയാളുടെ അടുത്ത് പറയാം. അവരുടെ രീതി അതായിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്താണോ അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണോ അങ്ങനെ. കാരണം ഖുറാനിൽ നമുക്കറിയാം പലയിടങ്ങളിൽ അല്ലെ, സുമ്മസ്തവ ഇലസ്സമ, ഇസ്തിവ എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് എവിടെയെങ്കിലും എന്തിന്റെങ്കിലും മേലെ ആരോഹണം ചെയ്യുക, ആസനസ്ഥരാവാന്നൊക്കെയുള്ള അർത്ഥം. അതിന്റെ ലിറ്ററൽ മീനിങ് അല്ലെങ്കിൽ വാക്കർത്ഥം അറിയാം. അതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് അള്ളാഹു അത് ചെയ്യുന്നത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബിമാരും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തത്. അവരൊന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നില്ല. ഇനി ഈ ഒരാളുടെ കാര്യത്തിൽ, അതായത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിന്റെ സദസ്സിൽ ഈ ചോദ്യം ചോദിച്ച ഒരാളെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളെ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ ഉടനടി പറഞ്ഞു വിടുകയല്ല ചെയ്തത്. ഇയാൾ ഇതുപോലെയുള്ള പല സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരം വേണം എന്ന് ഒരു ഗ്രൂപ്പിൽ, അതായത് ക്ലാസ്സുകളിൽ പലരും ഇരിക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിച്ചത് കൊണ്ട് ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ മറ്റുള്ള ആളുകളുടെയും കൂടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ, ഇതേ സർക്കിളിൽ ഇതേ ക്ലാസ്സുകളിൽ വന്നിരിക്കുന്ന ആളുകളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് അയാളോട് പോകാൻ പറഞ്ഞത്. അല്ലാതെ ചോദ്യം ചോദിക്കാനേ പാടില്ല എന്നല്ല. ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കാം. ചിലപ്പം ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പം ഒരു വ്യക്തിക്ക് അല്ലെ അതെ അയാളുടെ മൈൻഡ് സെറ്റിനനുസരിച്ചോ എന്തോ അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാം, ക്ലിയർ ആക്കാം. പക്ഷെ ഇയാള് ഇത്തരത്തിൽ വീണ്ടും 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 ഒരേ കാര്യം ചോദിച്ച് മറ്റുള്ളവരുടെ മനസ്സിലും കൂടെ ശക്ക് ഉണ്ടാക്കുന്നതിന്റെ വേണ്ടി ശ്രമിച്ചത് കൊണ്ടാണ് അയാളോട് പോയിക്കോളാൻ പറഞ്ഞത്. ഈ ഒരു കാര്യം ഞാൻ അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുള്ളൂ. ഇത് നമ്മുടെ സ്കോപ്പിലുള്ള കാര്യമില്ല. അപ്പൊ നമ്മൾ തിരിച്ചു വരാം. അൽ ഇസ്തിവ എന്ന് പറഞ്ഞാൽ അത് മഅറൂഫാണ്, അറിയുന്ന കാര്യമാണ്. കെയ്ഫ് മജ്ഹൂലാണ്. അതാണ് ആര് പറഞ്ഞത്? ഇമാം മാലിക് പറഞ്ഞത്. എങ്ങനെ എന്നുള്ളത് അറിയൂല, അത് ചോദിക്കുകയും വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അള്ളാന്റെ അള്ളാഹ് ഓരോ കാര്യവും എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. അള്ളാഹ്ക്ക് എങ്ങനെയല്ലേ എല്ലാം അറിയുന്നത്? അള്ളാഹ് എങ്ങനെയാ എല്ലാം സൃഷ്ടിക്കുന്നത് അല്ലെ? എങ്ങനെയായിരിക്കും? അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കാനേ പാടില്ല. നമ്മളെ ദീനിൽ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളിൽ പെട്ടതാണ്, ഇമാജിൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ ഒക്കെ അള്ളാഹ് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നതിനെ കുറിച്ച്. അപ്പൊ നിങ്ങൾക്ക് നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ ആ ബുക്ക് നീ എങ്ങനെയാ ഉണ്ടാക്കിയേ അല്ലെ, ആ നോട്ട് നീ എങ്ങനെയാ എഴുതിയേ ചോദിക്കാം. കാരണം അത് നമ്മളെ മനുഷ്യന്മാരുടെ കാര്യം, അത് പഠിപ്പിച്ചു തരുകയും ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാം അല്ലെ. പക്ഷെ അള്ളാന്റെ ഏരിയയിലേക്ക് നമ്മൾ ആ കാര്യം കൊണ്ട് പോകാൻ പാടില്ല. അത് അള്ളാന്റെ ആക്ഷനാണ്, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഇനി അള്ളാഹ് ചെയ്യുന്ന കാര്യം നമുക്ക് അറിയാൻ ശ്രമിച്ച് നമുക്ക് അറിയാന്ന് വെക്കാം എങ്ങനെയാണെന്ന്. അപ്പൊ നമ്മൾ അതിൽ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? അവിടെ തൗഹീദ് പോയില്ലേ അല്ലേ? ഇപ്പൊ ചിലപ്പം ഇപ്പൊ ഞാനൊരു ബുക്ക് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാന്ന് വെച്ചോ, നിങ്ങളെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചെന്ന് നിങ്ങൾക്കും ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലെ. പക്ഷെ നമ്മൾ മനുഷ്യന്മാരെ നമുക്ക് ഈക്വൽസ് ആവുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അള്ളാഹ്ക്ക് നമുക്ക് ഈക്വൽ ആവാൻ പറ്റുമോ? ഇല്ല. അപ്പം അള്ളാഹ് ചെയ്യുന്ന ഒരു കാര്യവും എങ്ങനെയെന്നുള്ള ചോദ്യം ചോദിക്കല് തൗഹീദ് അൽ അസ്മാ വ സിഫാത്തിന് എതിരാണ്. ചിന്തിക്കല്, ഇമാജിൻ ചെയ്യല് തൗഹീദ് അൽ അസ്മാ വ സിഫാത്തിന് എതിരാണ്. ഓക്കെ, അള്ളാഹിനെ കുറിച്ചുള്ള ഇല്ല, നമുക്ക് ചോദിക്കാം. എന്നുള്ള ചോദ്യം ഇല്ല, അത് ബിദാത്താണ്. ആദ്യകാല സഹാബി ജനറേഷന്റെ ഭാഗമേ ആയിരുന്നില്ല. അവർ ചെയ്യാത്തൊരു കാര്യമാണ്. അവർ ചെയ്യാത്ത കാര്യം ബിദാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലും ഓരോ ആയത്തുകൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ അവർ ചോദ്യം ചോദിച്ചിട്ടില്ല. അവർ ചോദിക്കുമായിരുന്നു ഫിഖ്ഹിന്റെ കാര്യങ്ങൾ, അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഈമാന്റെ കുറയുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെന്ത് ചെയ്യാം, ഇതിനെന്ത് ചെയ്യാം, അതെന്താ അങ്ങനെ, ഇതെന്താ അങ്ങനെ അവർ ചോദിക്കാറുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ള, അവരുടെ ഇബാദത്തിൽ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചോദിക്കാറുണ്ടായിരുന്നു.
അതിന് എക്സ്പ്ലനേഷനും കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്ത എക്സ്പ്ലനേഷനാണ് പലതും നമുക്കിപ്പോൾ അൽഹംദുലില്ലാ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി കിട്ടുന്നത് അല്ലെ, ഫിഖിന്റെ കാര്യങ്ങൾ. പക്ഷെ അള്ളാഹുവിന്റെ കാര്യത്തിൽ എങ്ങനെയെന്ന് അവർ ചോദിച്ചിട്ടുമില്ല, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു റെക്കോർഡ് എവിടെ ഇല്ലതാനും. ഓക്കെ, ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിരുന്ന സമയത്ത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, യാ അബാദറി അതദരി ഐന തഗ്റുബു ഷംസ്, അല്ലയോ അബൂദറെ, നിനക്കറിയോ എവിടെയാണ് സൂര്യൻ അസ്തമിക്കുന്നതെന്ന്? അതിന് തഗ്റുബു ഷംസ്, തഗ്റുബ് മഗ്രിബ്, ഓക്കെ, എവിടെയാണ് അസ്തമിക്കുന്നതെന്ന്. ഖുൽതു അല്ലാഹു ഖുൽതു അല്ലാഹു റസൂലുഹു ആലം, അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, എന്താണ്, അള്ളാഹ്ക്കും അള്ളാഹിന്റെ റസൂലിനും ആണ് അറിയുന്നത്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹാ തദ്ഹബു ഹത്താ തസ്ജുദ തഹ്തൽ അർശ്, അത് അള്ളാഹുവിന്റെ അർഷിന്റെ കീഴില് എന്താണ്, സുജൂദ് ചെയ്യാണ് ചെയ്യുന്നത് അസ്തമിക്കുമ്പോൾ. ഇങ്ങനെ ഒരു മറുപടി പറയുമ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് പ്ലേസ്. അതെങ്ങനെ അർഷിന്റെ കീഴിൽ സൂര്യൻ പോയിട്ട് സുജൂദ് ചെയ്യുന്നത് അല്ലേ? അവര് ചോദിച്ചിട്ടില്ല, അവര് മാഷാ അല്ലാ എന്ന് പറഞ്ഞ് അതവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. നമ്മളാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് സുബ്ഹാനല്ലാഹ്. അപ്പം അവരുടെ വിശ്വാസം അത്ര സ്ട്രോങ് ആയിരുന്നു. അവർ അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതേപടി സ്വീകരിച്ചവരായിരുന്നു, അനുസരിച്ചവരായിരുന്നു, ആക്സെപ്റ്റ് ചെയ്തവരായിരുന്നു. ഓക്കെ, പക്ഷെ പിന്നീട് വന്ന ജനറേഷനിൽ പലരും പല തത്വശാസ്ത്രപരമായ ചിന്തകളും പല ചോദ്യങ്ങളും കൊണ്ടുവന്ന് ഇഷ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങി. അവിടെയാണ് ഈ ഡീവിയേഷൻ, അള്ളാന്റെ പേരുകളെ കുറിച്ചും സിഫത്തുകളെ കുറിച്ചും ഒക്കെ ഡീവിയേഷൻ വന്നു തുടങ്ങിയത്. അപ്പം ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള വകുപ്പ് ഇല്ല. അള്ളാന്റെ അള്ളാന്റെ സിഫത്തുകൾ, അള്ളാന്റെ അത് ഇങ്ങനെയായിരിക്കും അള്ളാഹ് അത് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും അള്ളാഹ് ഇത് ചെയ്യുന്നത്, നമുക്ക് ഇതില്ല. നമുക്ക് ഒരൊറ്റ കാര്യമുള്ളൂ, അത് അതേപോലെ സ്വീകരിക്കുക. നമ്മൾ അക്ഷരാർത്ഥത്തിൽ അതിനെ എടുക്കുക. നമ്മൾ എന്താണ്, അള്ളാന്റെ ക്വാളിറ്റീസ് മനുഷ്യന്മാരുടെ ടേംസിൽ മനസ്സിലാക്കുന്ന ആളുകൾ അല്ല. ഓക്കെ, അള്ളാഹു, അതായത് ഈ ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ തന്നെ പാർട്ടിലാണ് പെട്ടതാണ്, ആ ആയത്തിൽ തന്നെ പെട്ടതാണ് വഹുവ സമീഉൽ ബസീർ, അവൻ എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ് അല്ലേ? അള്ളാഹിനെ കുറിച്ച്, അള്ളാഹിനെ പോലെ യാതൊന്നും ഇല്ല, അള്ളാഹിനെ പോലെ അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ പറയണം അവൻ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. നമ്മൾ പൊതുവെ കേൾക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലെ ചെവി വരും. അപ്പൊ അള്ളാഹ് എല്ലാം കേൾക്കാന്ന് പറയുമ്പോ അള്ളാഹ്ക്ക് വലിയ ചെവി ഉണ്ടേക്കൂ അല്ലെ? അള്ളാഹ് എല്ലാം കാണുന്ന പറയുമ്പോ അള്ളാഹ്ക്ക് വലിയ കണ്ണുണ്ടേക്കൂ? അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, അള്ളാഹ് കാണുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹ് കാണുന്നു, അള്ളാഹ് എല്ലാം കാണും, അത്രേ ഉള്ളൂ. അതെങ്ങനെ അത് നമ്മൾ ചെയ്യുന്ന അതുപോലെ ആയിരിക്കും? അള്ളാഹിന്റെ റെറ്റിന ഭയങ്കര വലുതായിരിക്കോ? ചിന്തിക്കാൻ പാടില്ല. അള്ളാഹ്ക്കെല്ലാം കാണാന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കെല്ലാം കാണാം, അതാണ് അതിന്റെ അക്ഷരാർത്ഥം. മാത്രമല്ല അള്ളാഹിനെ പോലെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കാണുന്നതുമായിട്ട് അതിനെ കമ്പയർ ചെയ്യാനേ പാടില്ല. അള്ളാഹിനെ മനുഷ്യന്മാരുടെ ടേംസിലേക്ക് ആക്കാനേ പാടില്ല. അള്ളാഹിൻ്റെതായ രീതിയിൽ എല്ലാം കാണുന്നുണ്ട്, അള്ളാഹിൻ്റെതായ രീതിയിൽ എല്ലാം ചെയ്യുന്നുണ്ട്. അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് തൗഹീദുൽ അസ്മാ വസിഫാത്ത്. പക്ഷേ ആളുകൾക്ക് ഇതിനൊക്കെ ഒരു യുക്തി കൊടുക്കാനും യുക്തിപരമായിട്ട് ഇതിനെ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുമ്പം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പം അവരിങ്ങനെ മെല്ലെ അതിന്റെ ഒരു ഡോർ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ആ ഡോറ് പിന്നെ അടയേ ഇല്ല. കാരണം ഇതിന് ലിമിറ്റ് ഇല്ല. അതെന്തായിരിക്കും, എന്നാലും അള്ളാഹ് അങ്ങനെ, എന്നാൽ അതെന്തായിരിക്കും ഇങ്ങനെയെന്ന് ചോദിച്ച് ഇത് അവസാനമില്ല. കാരണം അവസാനം എത്തണം, എന്തെങ്കിലും ഒരു കാര്യത്തിന് അവസാനം എത്തണമെങ്കിൽ അതിനൊരു ഫൈനൽ കാര്യം നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. മനുഷ്യന്മാർക്ക് അള്ളാഹ് തന്നിട്ടില്ലാത്ത ഇൽമാണിത് അല്ലേ, അള്ളാഹിനെ കുറിച്ചുള്ള വിവരം. അപ്പൊ അതിനൊരു അവസാനം ഉണ്ടാവില്ല. അപ്പം അള്ളാഹിനെ കുറിച്ചുള്ള സംശയത്തിന്റെ ചിന്തകളുടെ ഡോറ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അത് അടയ്ക്കാൻ പറ്റൂല. വേറൊരു ഉദാഹരണം, ഹൈ എന്നുള്ള വാക്ക്. ഹൈ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേരാണ് അൽ ഹൈ അല്ലെ, അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. അപ്പം അവരെന്ത് ചെയ്യുന്ന വെച്ചാല്, ഈ തത്വചിന്തകന്മാരെന്താ ചെയ്യാന്ന് വെച്ചാല്, അപ്പം നമ്മള് മനുഷ്യന്മാരെ ഹൈ ആണല്ലേ, ജീവിക്കുന്നവനാണ്, അള്ളയും ജീവിക്കുന്നവനാണ്. അപ്പം അത് അള്ളയും മനുഷ്യന്മാരും ഒരുപോലെ ആയിപ്പോലെ. അപ്പൊ അള്ളാന്റെ അൽ ഹൈ എന്ന് പറയുന്നതിന്റെ അർത്ഥം വേറെന്തോ ആണ് എന്ന് അവര് പറയും. കാരണം അക്ഷരാർത്ഥം എടുക്കാണ്ട് വേറെന്തോ അർത്ഥമുണ്ടെന്ന്, അക്ഷരാർത്ഥമല്ലാത്ത അല്ലെങ്കിൽ ആലങ്കാരികമായ അർത്ഥമുണ്ടെന്ന് പറഞ്ഞിട്ട് അവരവരുടെ ഇമാജിനേഷൻ വെച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും. പാടില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹിനെ പോലെ അള്ളാഹ് മാത്രമേ ഉള്ളൂ. അള്ളാഹ് ജീവിക്കുന്നു, പക്ഷെ നമ്മൾ ജീവിക്കുന്ന പോലെയല്ല.
അതിനെ ഇതിനെ കമ്പയർ ചെയ്യണ്ട. നമ്മൾ അങ്ങനെ ഇമാജിൻ ചെയ്യാനേ പോണ്ട. കാരണം നമുക്കറിയാം നമ്മളെ ജീവിതം നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ആദ്യം കൊണ്ട് ഒരു അവസാനം ഉണ്ട് അല്ലേ? നമ്മൾ ജനിക്കുന്നത്, ജീവിക്കുന്നത്, മരിക്കുന്നത്. അതേപോലെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ഭക്ഷണം വേണം, വെള്ളം വേണം, ശ്വസിക്കണം. അള്ളാഹ്ക്ക് അതൊന്നും ഇല്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ ജീവിതത്തിന് ആദ്യം അവസാനം ഇല്ല. അപ്പൊ അള്ളാഹിന്റെ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹ് അൽ ഹൈ ആണ്, നമ്മൾ ഹൈ ആണ്, നമ്മൾ ജീവിക്കുന്നുണ്ട്. പക്ഷെ അത് രണ്ടും ഒരേപോലെയല്ല. നമ്മൾ അത് ഇമാജിൻ ചെയ്യാനും പോകണ്ട. അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ചിന്തിച്ച് യുക്തി ഉപയോഗിക്കാൻ നിൽക്കുകയും വേണ്ട. അതിനൊരു അവസാനം ഉണ്ടാവില്ല. അതായിരിക്കും നമ്മളുടെ ഡീവിയേഷന്റെ തുടക്കം തൗഹീദിൽ നിന്ന്. ഓക്കെ, പിന്നെ അത് എവിടെ എത്തൂല എന്ന് മാത്രമല്ല, നമ്മൾ ആ പോണ പോക്കിൽ കുറേ ആൾക്കാരെ അതിനകത്തേക്ക് കൂട്ടി വഴി തെറ്റിക്കുകയും ചെയ്യും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറട്ടെ അത്തരത്തിലുള്ള പെടലുകളിൽ നിന്നല്ല. ആമീൻ. അപ്പൊ അള്ളാഹ് ജീവിക്കുന്നു. അള്ളാഹിന്റെ ജീവിതം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അത്രയും നമുക്ക് അറിഞ്ഞാൽ മതി. അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹ് അൽ ഹയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുണ്ട്. അതെങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് മാത്രം, അതിനപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. അതിനെ ലോജിക്കലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനും പോകുന്നില്ല. ഇത് അങ്ങനെയല്ല, അതിങ്ങനെയാണ്, അത് ആലങ്കാരികമായിട്ട് ഇങ്ങനെയാണെന്ന് ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൺഫ്യൂഷനുകളുടെ വലിയൊരു ഡോറ് തുറന്ന് അവസാനം ഇല്ലാത്ത പോക്കായിട്ട് മാറും. ഒരുപാട് കോൺട്രഡിക്ഷൻ വരും. നമുക്ക് തന്നെ തല കിട്ടൂല എന്ന് മാത്രമല്ല, നമ്മളെ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. നമുക്കറിയാത്തൊരു ഏരിയയിലേക്ക് നമ്മൾ കടക്കുന്ന പോലെയാണ്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ വലിയ ബിൽഡിങ്ങുകളുടെ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ പവർ റൂം ഒക്കെ ഉണ്ടാവും അല്ലെ, എൻട്രി പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട്, അതിനകത്തെങ്ങാനും നമ്മൾ കയറി എന്തെങ്കിലും ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലേ. അപ്പൊ നമ്മളോട് അവിടെ കയറണ്ടെന്ന് പറഞ്ഞാൽ കയറേണ്ട, അത്രേ ഉള്ളൂ. നമ്മൾ കയറാറില്ലല്ലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും കണ്ടു കഴിഞ്ഞാൽ. അത്രയും ഡേഞ്ചറസ് ആണെന്ന് നമുക്കറിയാം അല്ലെ. പിന്നെ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഏരിയയിലേക്ക് നമ്മൾ എന്തിനാ കടക്കുന്നത് അല്ലെ? അതിനെക്കുറിച്ച് നമ്മൾ എന്തിനാ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? കാരണം നമ്മളെ ബുദ്ധിക്ക് മനസ്സിലാവാത്ത കാര്യം ആയതുകൊണ്ടാണ് അള്ളാഹ് അത് പറഞ്ഞു തരാത്തത്. എന്നാൽ നമുക്ക് വേണ്ടത് അള്ളാഹ് പറഞ്ഞു തന്നിട്ടുമുണ്ട് അല്ലെ. അതിൽ നിന്നാ മതി. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് തല പോകഞ്ഞ് കൺഫ്യൂഷൻ ആക്കി മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോവേണ്ട കാര്യമില്ല. അപ്പോൾ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ എടുക്കുക. ഇനി അക്ഷരാർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞു അല്ലെ, ആലങ്കാരികമായ അർത്ഥം, പുലിയുടെ ഉദാഹരണം പറഞ്ഞിട്ട്, അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഖുർആനിൽ വരാറുണ്ട്. ആ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആലങ്കാരികമായിട്ട് എടുക്കണമെങ്കിൽ അതിന്റെ ഒരു സാഹചര്യം കാരണമായിരിക്കും നമ്മൾ അങ്ങനെ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ആയത്ത് നോക്കാം. സൂറത്ത് ഖാഫില് 16-ാമത്തെ ആയത്ത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കൊണ്ടിരിക്കുന്നത് നാം അറിയുകയും ചെയ്യുന്നു, നാം അവന്റെ കണ്ഠനാടിയേക്കാൾ അവനോട് അടുത്തവനും ആകുന്നു. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് മനുഷ്യന്റെ കണ്ഠനാടിയേക്കാൾ അടുത്തവനാകുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പം ഇതിന്റെ അക്ഷരാർത്ഥം എന്ന് പറയുമ്പോൾ, നമ്മളെ കണ്ഠനാടി എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ ജുഗുലാർ വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലാണ്. അതിനേക്കാൾ അള്ളാഹു അടുത്തതാന്ന് പറയുമ്പോൾ അള്ളാഹ് നമ്മളെ ശരീരത്തിന്റെ ഉള്ളിലാണെന്നാണോ? സുബ്ഹാനല്ലാഹ്, ഇത് പ്രശ്നമാവും അല്ലെ. കാരണം നമ്മൾ മനുഷ്യന്മാര് മോശപ്പെട്ട സ്ഥലങ്ങളിൽ പോകും അല്ലെ, വിസർജ്യ സ്ഥലങ്ങളിലേക്ക് പോകും. നമ്മൾ നരകത്തിൽ പോകാൻ സാധ്യതയുള്ള ആളുകളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ അള്ളാഹ് ഉണ്ടെങ്കിൽ അള്ളാഹ് അവിടെ പോകുന്നാണോ? പറ്റൂല അല്ലെ. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തില് അള്ളാഹുവിന്റെ സിഫാത്തുകൾക്ക് എതിരെ, അതായത് അക്ഷരാർത്ഥം ഒരു യാഥാർത്ഥ്യത്തിന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫാത്തിന് എതിരെ പോകുന്നുണ്ടെങ്കിൽ, കാരണം എങ്ങനെ ഇവിടെ അള്ളാഹുവിന്റെ സിഫാത്തിന് എതിരെ പോകാം? നമുക്കറിയാം അള്ളാഹു അൽ അലിയാണ്, അള്ളാഹു അൽ അല ആണ് അല്ലെ. അലി എന്ന് പറഞ്ഞാല് എല്ലാത്തിനും മേലെയാണ് അള്ളാഹ് അല്ലെ, ഏറ്റവും ഹൈ ആണ്, സൃഷ്ടികളുടെ ഒക്കെ മേലെ. നമുക്ക് അല്ല ഈ ഒരു സിഫത്ത് മാത്രം നമുക്കൊരു മൊഡ്യൂളായിട്ട് വരുന്നുണ്ട്, അൽ ഉലു എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് അപ്പൊ വിശദീകരിക്കാം. അപ്പൊ അള്ളാഹു അൽ അലിയാണ്, അള്ളാഹു എല്ലാത്തിനും മേലെ ആണെന്ന് അള്ളാഹുവിന്റെ സിഫാത്ത് കൊണ്ട് നമുക്കറിയാം. അപ്പൊ അള്ളാഹ് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവോ? അപ്പം ഈ സാഹചര്യത്തില് ലിറ്ററൽ അല്ലെങ്കിൽ അക്ഷരാർത്ഥം ശരിയാവൂല. അവിടെ നമ്മൾ എന്താക്കണം? സാഹചര്യത്തിന്റെ അർത്ഥത്തിൽ അതിനെ വിശദീകരിക്കണം. എങ്ങനെയാണ് ഇതിന്റെ ഇവിടെ സാഹചര്യത്തിന്റെ അർത്ഥത്തിൽ വിശദീകരിക്കുക എന്ന് വെച്ചാൽ, പണ്ഡിതന്മാര് ഇതിന്റെ ഈ ഒരു കോണ്ടെക്സ്റ്റ് എടുത്തു. കാരണം ഈ ഒരു ആയത്തില് തൊട്ട് മുമ്പേ എന്താ പറഞ്ഞിട്ടുള്ളത്? അവന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നാം അറിയുകയും ചെയ്യുന്നു. അള്ളാഹു മനുഷ്യന്റെ ഹൃദയം മന്ത്രിക്കുന്നത് അള്ളാഹ്ക്ക് അറിയാം.
അപ്പൊ ഇവിടെ അള്ളാഹ് മനുഷ്യന്മാരുടെ ജുഗുലാർ വെയിൻ അല്ലെങ്കിൽ കണ്ടനാടിയേക്കാൾ അടുത്താന്ന് പറയുന്നതിന്റെ കാരണം അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള മന്ത്രം പോലും അവനറിയാം. അള്ളാഹുവിന്റെ എൽമിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ എൽമ്, അതായത് ഒരു മനുഷ്യൻ അവന്റെ ഉള്ളിൽ വിസ്പർ ചെയ്യുന്നത് പോലും മന്ത്രിക്കുന്നത് പോലും അള്ളാഹ്ക്ക് അറിയാം എന്നാണ് അവന്റെ കണ്ഠനാടിയേക്കാൾ അടുത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അക്ഷരാർത്ഥമല്ല, ആലങ്കാരികമായ അർത്ഥമാണ്. കാരണം അക്ഷരാർത്ഥം എടുക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ മറ്റ് സിഫാത്തുകൾക്ക് എതിരെ ആയി പോവും. അപ്പം എന്താ, ആലങ്കാരികമായ അർത്ഥം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പോയി പറയാൻ പറ്റുമോ, ഓ ഇതിങ്ങനെയാണ്, അക്ഷരാർത്ഥം ശരിയാവില്ല എന്ന്? ഇല്ലല്ലേ. കാരണം ഇത് വിശദീകരിച്ച് വെച്ച സലഫുകൾ, പണ്ഡിതന്മാരുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. നമുക്ക് തോന്നിയ പോലെ അള്ളാഹ്ക്ക് ആലങ്കാരികമായ അർത്ഥം കൊടുക്കാൻ പറ്റൂല. ഓക്കെ. അപ്പം എവിടെയാണോ അക്ഷരാർത്ഥം കോൺട്രഡിക്ഷൻ ആവുന്നത്, പ്രശ്നമാവുന്നത്, അള്ളാഹിന്റെ മറ്റു സിഫാത്തുകൾക്ക് എതിരാവുന്നത്, അവിടെ മാത്രമാണ് ആലങ്കാരികമായ അർത്ഥം കൊടുക്കുന്നത്. ഇപ്രകാരമാണ് മുഫസ്സിറുകൾ തഫ്സീർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ. ദീനിനെ മൊത്തത്തിലുള്ള കോണ്ടെക്സ്റ്റ് എടുത്തിട്ടാണ് തഫ്സീർ എടുക്കുക. അല്ലാതെ നമ്മൾ പലരും ഖുർആനിലെ പല ആയത്തുകളെയും ചോദ്യം ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു ആയത്ത് എടുത്ത് പുറത്തേക്ക് അങ്ങോട്ട് എടുത്തിട്ട് ഈ ആയത്ത് തെറ്റാണെന്ന് സ്ഥാപിക്കലല്ല. മുഫസ്സിറുകൾ തഫ്സീർ എഴുതി വെക്കുന്നത്, അതായത് ഖുർആനിലെ ഏതൊരു ആയത്ത് വിശദീകരിക്കുമ്പോഴും ഖുർആനിലെ വേറെ ഒരു സൈഡിലെയും ഒന്നിനെയും കോൺട്രഡിക്ഷൻ ആവാത്ത രീതിയിലാണ് തഫ്സീറുകൾ എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പണ്ഡിതന്മാരെ എഴുതിയ, മുഫസ്സിറുകൾ എഴുതിയ തഫ്സീർ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ തദബ്ബുർ ചെയ്യണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ സ്വയം അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, ഏതെങ്കിലും വേറൊരു ഭാഷയിൽ, മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ച അർത്ഥം വായിച്ചിട്ട് ഓ ഇത് ഇന്നതായിരിക്കും നമ്മൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തെറ്റ് പറ്റും. അപ്പൊ മുഫസ്സിറുകൾ ഖുർആനെ വിശദീകരിച്ച് വെച്ചിരിക്കുന്നത് വേറെ ഒരു സൈഡിലും ഖുർആൻ പറഞ്ഞത് തെറ്റാവാത്ത രീതിയിലാണ്. ഒരു ആയത്തിനെ നമ്മൾ ആയത്തിനെ മാത്രം പെറുക്കിയെടുത്തിട്ട് അതിന് വിശദീകരണം നമുക്ക് കൊടുക്കാൻ പറ്റൂല. ഖുർആനെ മൊത്തത്തിലുള്ള കോണ്ടെക്സ്റ്റിലാണ് വിശദീകരണം. അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചതാണ് നമ്മൾ എടുക്കുന്നത് ഈ ആയത്ത് പോലെയുള്ള സാഹചര്യങ്ങളിൽ. ഓക്കെ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ലിറ്ററൽ അല്ലെങ്കിൽ അക്ഷരാർത്ഥം ശരിയാവൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവര് ആന്തരികമായ അല്ലെങ്കിൽ ആലങ്കാരികമായ അർത്ഥം എടുക്കും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അക്ഷരാർത്ഥത്തിന് അപ്പുറത്തേക്ക് പോകേണ്ട, ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ അവസാനം ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെയുള്ള ചില എക്സെപ്ഷൻസ്, ഒഴിവുകൾ അല്ലെങ്കിൽ ഒഴിവ് കഴിവുകൾ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ ഉണ്ട്. ഓക്കെ. ഈ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല മനഃപൂർവ്വം ഒരു പരീക്ഷണമായിട്ട് ഇട്ടിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ആയത്തിനെ ഒഴിവാക്കായിരുന്നു, അല്ലെ? ഇങ്ങനെ ഒരു ആയത്തെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കണ്ടെന്ന് വിചാരിക്കായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണമാണത്. ആരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ടോ ആ രോഗം പുറത്തേക്ക് കൊണ്ടുവരും. കാരണം ഇങ്ങനെയുള്ള രോഗമുള്ളവർ എന്ത് ചെയ്യും, ഇതിനെ വളച്ചൊടിച്ച് തെറ്റിച്ച ആൾക്കാരെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അള്ളാഹുവിന്റെ മനഃപൂർവ്വമായിട്ടുള്ള വിടലുകളാണ് ഇതൊക്കെ. സുബ്ഹാനല്ലാഹ്, ഇട്ടേച്ചു പോയതാണ്. അപ്പം ഏതൊരു കാര്യത്തിലും ജനറൽ റൂൾ ഉണ്ടാവും. പക്ഷെ ചില ജനറൽ റൂളിന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു എക്സെപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഫിഖിലൊക്കെ ഉണ്ട്, അല്ലെ? പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം നമ്മുടെ നമസ്കാരങ്ങൾ, അല്ലെ? നമസ്കാരം ഫർള് ഇന്ന സുബഹി 2, ളുഹർ 2, അസ്ർ 2, അല്ല ളുഹർ 4, അസ്ർ 4 അങ്ങനെയാണെങ്കിലും യാത്രക്കാരന് എക്സെപ്ഷൻ ഉണ്ട്, അല്ലെ? 4നെ 2 ആക്കാനുള്ള എക്സെപ്ഷൻ ഉണ്ട്, 2 കൂട്ടാനുള്ള എക്സെപ്ഷൻ ഉണ്ട്. അതുപോലെ ഫിഖിൽ റൂളിൽ ഒരുപാട് ജനറലിന് എക്സെപ്ഷൻ ഉണ്ടാവും. അതുപോലെയുള്ള ഒരു എക്സെപ്ഷൻ ആണ് ഇവിടെ. അക്ഷരാർത്ഥം എടുക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറയുന്നത്, അക്ഷരാർത്ഥം എടുത്തു കഴിഞ്ഞാൽ അത് വേറെ പലതിനും എതിരായി പോകും. അള്ളാഹുവിന്റെ മറ്റു സിഫാത്തുകൾക്ക് എതിരായി പോകും. അവിടെ ആലങ്കാരികമായ അർത്ഥം എടുക്കും. അതും നമുക്ക് തോന്നിയ പോലെ ചെയ്യാനുള്ളതല്ല. പണ്ഡിതന്മാര് ഖുർആനെ മുഴുവനും മനസ്സിലാക്കി എവിടെയും കോൺട്രഡിക്ഷൻ വരാതെ പോലെ വിശദീകരിച്ചു വെച്ചത് എടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ. അപ്പം അതിന്റെ പേരിൽ എന്താണ്, തല്ലും പിടിയും ഒന്നും ഉണ്ടാക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ അതാണ് ഒന്നാമത്തെ റൂളും ഒന്നാമത്തെ റൂളിന്റെ എക്സെപ്ഷനും. ഇനി രണ്ടാമത്തെ റൂള് പെട്ടെന്ന് പറഞ്ഞു കഴിയും, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന് പേരുകൾ നൽകാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അതാണ് രണ്ടാമത്തെ റൂള്. ഒന്നാമത്തെ റൂള്, അള്ളാഹുവിന്റെ പേരുകൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കണം. പ്ലസ് അതിന്റെ കൂടെ നമ്മൾ വെക്കേണ്ട ഒരു കാര്യം, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ അള്ളാഹ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹിന്റെ ഒരു പേരും നമ്മൾ നമ്മളുടേതായ സ്റ്റൈലിൽ ഇമാജിൻ ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. അള്ളാഹ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, ആ ഉണ്ട്, അതെങ്ങനെയാന്നൊന്നും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ നിയമം, അള്ളാഹുവിന് പേരുകൾ നൽകാനുള്ള അവകാശം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ദുആ ഉണ്ട്, അല്ലെ? റബ്ബിയ ഖൽബി നൂറ സദ്രി ദുആ. അതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്കറിയാം. എന്താണ്?
ഇത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുള്ള ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ വന്ന ദുആ ആണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട്, അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക. നിനക്കുള്ളതായ, നീ സ്വന്തത്തിന് നൽകിയതായ, നിന്റെ അടിമകളിൽ ആർക്കെങ്കിലും അറിയിച്ചു നൽകിയതോ, നിന്റെ കിതാബിൽ അല്ലെങ്കിൽ വേദഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചതോ, നിന്റെ അദൃശ്യജ്ഞാനത്തിൽ നീ തെരഞ്ഞെടുത്തതോ ആയ എല്ലാ നാമങ്ങൾ കൊണ്ടും ഞാൻ ചോദിക്കുന്നു. അതായത് അള്ളാഹിന്റെ ഹോൾഡ് ഇല്ലാത്ത ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല അല്ലെ. ഒന്നെങ്കിൽ അള്ളാഹ്ക്ക് നൽകിയത്, അല്ലെങ്കിൽ അള്ളാഹിന്റെ അബ്ദുകൾക്ക് അറിയിച്ചു കൊടുത്തത്, പ്രവാചകന്മാർ വഴിയോ അല്ലെങ്കിൽ അങ്ങനെ അറിയിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ അള്ളാഹിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് മാത്രം അറിയുന്നത്. അപ്പൊ അള്ളാഹ്ക്ക് പേര് നൽകാൻ നമുക്ക് മനുഷ്യന്മാർക്ക് അവകാശമില്ല. ഈ കാറ്റഗറിയിലൊന്നും പെടാതെ നമുക്ക് സ്വന്തമായിട്ട് അള്ളാഹ്ക്ക് ഒരു പേര് കൊടുക്കാൻ പാടില്ല. കാരണം അത് അള്ളാഹിന്റെ അവകാശമാണ് അള്ളാഹ്ക്ക് പേര് കൊടുക്കുക എന്നുള്ളത്. അള്ളാഹിനെ കുറിച്ച് നമ്മൾ അറിയാന്നുള്ളത് അള്ളാഹ് പറഞ്ഞു തന്നിട്ടാവണം. അള്ളാഹിന്റെ പേരുകൾ അള്ളാഹ് പറഞ്ഞു തന്നിട്ടാവണം. അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് കൊടുക്കാൻ പാടില്ല. അപ്പം അത് അള്ളാഹ് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാം, അല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞു തന്നത് മാത്രമേ വേണ്ടതുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇതേപോലെ സ്വഹീഹായിട്ടുള്ള വേറൊരു ഹദീസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഹദീസാണ് അല്ലെ. എന്താ ഹദീസ് പറയുന്നത്? ഇന്നഹു ലൈസ ഷൈഉൻ യുഖരിബുകും ഇലൽ ജന്നതി ഇല്ലാ ഖദ് അമർതുകും ബിഹ്. നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാതെ വിട്ടുപോയിട്ടില്ല. വലൈസ ഷൈഉൻ യുഖരിബുകും ഇലൻ നാരി ഇല്ലാ ഖദ് നഹൈതുകും ബിഹ് അൻഹു. നിങ്ങളെ നരകത്തിൽ നിന്നും അകറ്റുന്ന ഒരു കാര്യവും പറഞ്ഞു തരാതെ ഞാൻ പോയിട്ടില്ല. അപ്പം എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ ഒരു പേര്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ നമുക്ക് അള്ളാഹിന്റെ ഒരു പേര് ആവശ്യമാണെന്നുണ്ടെങ്കിൽ, നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പേര് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവുമായിരുന്നു. ആ പേര് ഉപയോഗിച്ച് നമ്മൾ അള്ളാഹുവിനെ വിളിക്കാൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവുമായിരുന്നു, പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. അതല്ലാത്ത പുതിയ പേര് നമ്മൾ ഇൻവെന്റ് ചെയ്യേണ്ട കാര്യമില്ല. സൂറത്ത് അറാഫിൽ 180-ാമത്തെ ആയത്തിൽ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ അല്ലെ. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്, അതിനാൽ ആ പേരുകളിൽ നിങ്ങൾ അവനെ വിളിച്ചു നോളുക. അപ്പം ആ നല്ല പേരുകൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, അല്ലെങ്കിൽ ഖുർആനിൽ അള്ളാഹുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു പേരും നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആ ഏരിയയിലേക്ക് നമ്മൾ കയറുക വേണ്ട. നേരത്തെ പറഞ്ഞ പോലെ ഡേഞ്ചറസ് ഏരിയ ആണ്, അവിടേക്ക് നമ്മൾ കയറുക വേണ്ട. പിന്നെ വേറൊരു പോയിന്റും കൂടി ഇതിൽ പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു എല്ലാ പേരിനും ഒരു സിഫത്ത് ഉണ്ട് അല്ലെ. എല്ലാ പേരിനും ഒരു സിഫത്ത് ഉണ്ട്. പക്ഷേ എല്ലാ സിഫത്തിനും ഒരു പേരുണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ചില സിഫത്തുകൾ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ എന്നാ പിന്നെ അതുപോലെ ഒരു പേരിടാലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അള്ളാഹ്ക്ക് പേര് കൊടുക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ അധികാരമുള്ളൂ അല്ലെ. അള്ളാഹ് ഒരു പേര് വേണ്ട തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട തന്നെയാണ്. ഇപ്പൊ അതിനുള്ള ഒരു ഉദാഹരണമാണ് നമ്മളെ സൂറത്ത് ഫാത്തിഹയില് 7-ാമത്തെ ആയത്ത്, വൈരിൽ മഗ്ദൂബി അലൈഹിം അല്ലെ. അള്ളാഹുവിന്റെ കോപത്തിനിരയായവരുടെ മാർഗം. അപ്പൊ അള്ളാഹു കോപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് അള്ളാഹുവിന്റെ ഒരു സിഫത്തായിട്ട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അള്ളാഹ് അൽ ഗാദിബ് എന്ന പേര് അള്ളാഹ്ക്ക് കൊടുത്തിട്ടില്ല. അള്ളാഹിന്റെ ഒരു സിഫത്താണ് എന്ത്? ഗദബ് അല്ലെ. അള്ളാഹ്ക്ക് കോപം വരും. പക്ഷെ അള്ളാഹു അൽ ഗാദിബ് എന്നൊരു പേര് അള്ളാഹ്ക്ക് എവിടെ അള്ളാഹ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അത് നമ്മൾക്ക് കൊടുക്കാനും പാടില്ല. ഓക്കെ, അപ്പം അള്ളാഹ്ക്ക് പേര് കൊടുക്കാനുള്ള അധികാരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതൊക്കെ ശരിക്കും ഒരുപാട് അഡ്വാൻസ്ഡ് സ്കോപ്പുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് മിനിമം അല്ലെ, നമ്മളെ പോലെ സാധാരണക്കാർക്ക് നമ്മളെ ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് പഠിച്ചു വെച്ചാൽ മതി. ഈ സിമ്പിൾ തന്നെ നമുക്ക് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്രയും മതി. നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? അള്ളാഹിന്റെ പേര് നമ്മൾ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുക. അള്ളാഹ് എന്താണോ പറഞ്ഞത് അതേപോലെ, ആലങ്കാരികമായ അർത്ഥം പാടില്ല, പക്ഷെ പാടുള്ള സാഹചര്യമുണ്ട്, അതെന്താന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ അള്ളാഹിനെ പോലെ അള്ളാഹ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് അള്ളാഹിന്റെ എന്തെങ്കിലും ഒരു സിഫത്ത് കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അത് എന്നാൽ എങ്ങനെയായിരിക്കും, അത് എങ്ങനെയായിരിക്കും കാണുന്നത്, വലിയ കണ്ണുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പാടില്ല, ചോദിക്കാനും പാടില്ല. അടുത്ത കാര്യം, അള്ളാഹ്ക്ക് പേര് നൽകാനുള്ള അവകാശം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് അള്ളാഹ്ക്ക് ഒരു പേര് അങ്ങോട്ട് കൊടുക്കാൻ പറ്റൂല. അള്ളാഹിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു പേര്
കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ നമുക്കും ആ പേര് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അള്ളാന്റെ സിഫത്തുകൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ആ സിഫത്തിന് അള്ള ഒരു പേര് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പേര് എടുക്കാൻ പാടില്ല. ആ പേര് ഉപയോഗിച്ച് അള്ളാനെ വിളിക്കാനും പാടില്ല, അള്ളാഹ്ക്ക് അങ്ങനെ ഒരു പേരുണ്ടെന്ന് പറയാനും പാടില്ല. കാരണം ഓരോ പേരുകളും അല്ലെ, ഓരോ പേരുകളും ഓരോ ഇബാദത്തുകളാണ്. അതിൽ അത് ഉപയോഗിച്ച് നമ്മൾ അള്ളാനെ ഒന്നെങ്കിൽ അല്ലെ ആ പേര് ഉപയോഗിച്ച് അള്ളാനെ വിളിക്കാൻ, ആ പേര് ഉപയോഗിച്ച് അള്ളാന്റെ അടുത്ത് എന്താ പറയാ, ആ പേര് ഉപയോഗിച്ച് ജീവിക്കാൻ, ആ പേര് മനസ്സിലാക്കി ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഭയപ്പെടാൻ, അള്ളാഹുൽ തവക്കുൽ ചെയ്യാൻ അല്ലെ. ഓരോ പേരിനും ഓരോന്നുണ്ട് അല്ലെ. അൽ ഹലീം, അള്ളാഹു എന്താണ്, അള്ളാഹു ഒരുപാട് സഹനവും ക്ഷമയും കാണിക്കുന്നതാണ് അല്ലെ. അസബൂർ, അപ്പൊ നമ്മളും അത് കാണിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അള്ളാഹിന്റെ ഓരോ പേരുകളും മനസ്സിലാക്കേണ്ട. അൽ മുജീബ് നമ്മൾ കണ്ടു അല്ലെ. മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അള്ളാഹ്ക്ക് ഒരു പേര് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും, നമ്മളെ കപ്പാസിറ്റിയിൽ അത് ഇല്ലാത്തോണ്ടായിരിക്കും. അപ്പൊ നമ്മളായിട്ട് ആ പേര് അള്ളാഹ്ക്ക് കൊടുക്കണ്ട. ഓക്കെ, അവിടെ നമ്മൾ നമ്മളെ സ്വന്തം ലെവലിൽ പേരും കൊണ്ടുവരണ്ട, അതിന്റെ പേരിൽ തൗഹീദും കൊണ്ടുവരണ്ട. അള്ളാഹ് പറഞ്ഞത് മതി നമുക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ 2 കാര്യങ്ങൾ മതി ഇന്നത്തേക്ക്. ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത 3 നിയമങ്ങൾ നമുക്ക് ഇതിന്റെ അടുത്ത ക്ലാസ്സിലെ എക്സാം ആണ്. ഐ മീൻ അടുത്ത വീക്ക് എക്സാം ആണ്. അതിന്റെ അടുത്ത ക്ലാസ്സിൽ തുടരാം ഇൻഷാ അല്ലാഹ്. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم جدد الإيمان في قلبي. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم